ഞാൻ പറഞ്ഞു കഴിഞ്ഞു, അടിസ്ഥാനപരമായിട്ട് എന്നെ ദൈവം വിളിച്ചിരിക്കുന്നത് യേശുവിനെ ഉയർത്തുക എന്നുള്ള ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ. അതിനപ്പുറത്തൊന്നും ചെയ്യാനുള്ള കഴിവ് എനിക്കില്ല. मैं पहले ही बता चुका हूं कि परमेश्वर की महिमा करने के लिए परमेश्वर ने मुझे यहाँ पे खड़ा किया, उसके आगे मैं कुछ नहीं कर सकता. അപ്പോൾ ആ ഉദ്ദേശത്തിൽ തന്നെയാണ് ദൈവം ഈ ഒരു വചനം നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. और उसी के आधार पर हम ये वचनों के ऊपर ध्यान करेंगे. എന്നെ ഇതൊന്ന് വായിച്ച് സഹായിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ വളരെ സന്തോഷമായിരുന്നു. अगर कोई मुझे ये पढ़कर मदद कर सकता है तो बहुत ही ज्यादा अच्छा होगा. ഇതൊരു അനുഗ്രഹിക്കപ്പെട്ട യേശുവിന്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു സംഭവ കഥയാണ്. ये यीशु मसीह के जीवन में हुआ बहुत ही आश्चर्यजनक एक घटना है. നമുക്ക് പരിചയമുള്ള കഥയാണ്. हम लोग सब इस कहानी के बारे में जानते हैं. എന്താണ് ദൈവത്തിന് അല്ലെങ്കിൽ ഈ ഒരു അവസരത്തിൽ നമുക്ക് ആ ഒരു കഥയിൽ നിന്ന്, ആ സംഭവത്തിൽ നിന്ന് യേശുവിനോടുള്ള ബന്ധത്തിൽ പഠിക്കാൻ പറ്റുന്നത്? इस कहानी घटना के द्वारा यीशु मसीह के बारे में हम क्या समझ सकते हैं वो यहाँ पे हम देखेंगे. അങ്ങനെ വായിക്കാൻ ആഗ്രഹമുള്ളവർ ദയവായി ഇങ്ങോട്ടൊന്ന് കടന്നു വന്നാൽ നല്ലതായിരിക്കും. अगर ऐसा कोई पढ़ सकता है तो मैं निवेदन कर रहा हूँ वो सामने आए. സ്തോത്രം. സമയം കളയാതെ ആരാ വായിക്കുന്നത്? ആരെങ്കിലും ഉണ്ടോ? बिना समय गवाए हुए कोई पढ़ सकता है? പാസ്റ്റർ ബാബു ഒരു കസേര. സ്തോത്രം. ഹല്ലേലൂയ. हालेलुया. നിങ്ങൾ രാവിലെ ഫാസ്റ്റിംഗ് ഒന്നും അല്ലല്ലോ, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചല്ലോ അല്ലേ? विश्वास करता आप लोग सब ब्रेकफास्ट किया है, कोई भी फास्टिंग नहीं है. അല്ല, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് കാർബോഹൈഡ്രേറ്റ് ആണ്. കാർബോഹൈഡ്രേറ്റ് മാറി അത് ഗ്ലൂക്കോസ് ആകും. ഗ്ലൂക്കോസ് നമുക്ക് തരുന്ന ഒരു ഊർജ്ജമാണ്. ആ ഊർജ്ജം ഉണ്ടോയെന്ന് ടെസ്റ്റ് ചെയ്തെന്നുള്ളതേ ഉള്ളൂ. जब हम ब्रेकफास्ट करते हैं वो कार्बोहाइड्रेट ग्लूकोज में बदलता है और वो ग्लूकोज हमें एनर्जी देता है और मैं देखना चाहता हूँ वो एनर्जी यहाँ पे है. ഹല്ലേലൂയ. हालेलुया. നമുക്ക് ദഹനമൊക്കെ നടക്കുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം നമുക്ക് വേഗം ദഹിച്ചാലേ അടുത്തൊരു മീലിന് വേണ്ടി നമുക്ക് തയ്യാറാകാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഉത്സാഹത്തോടെ ഇരിക്കണം. നമുക്ക് പെട്ടെന്ന് ഈ സമയം നമുക്ക് ഉള്ളത് ഉപയോഗിക്കാം. आइए उत्साह के साथ बैठते हैं और जल्दी से हम वचन की ओर जाएंगे. കർത്താവിനദാസനോട് ഞാൻ ഒന്ന് വായിക്കാൻ താഴ്മയോടെ ആവശ്യപ്പെടുന്നു. വാക്യങ്ങൾ ഒന്നൊന്നായിട്ട് വായിക്കാം. അതിൻ്റെ ശേഷം യഹൂദന്മാരുടെ ഒരു ഉത്സവമുണ്ടായിട്ട് യേശു യെരുശലേമിലേക്ക് പോയി. അവിടെ എന്താ നാം കാണുന്നത്? യേശു കുത്തി എവിടെയെങ്കിലും ഇരിക്കുന്ന ഒരാളല്ലായിരുന്നു. താൻ യാത്ര ചെയ്ത് യെഹൂദന്മാരുടെ ഉത്സവം, യേശു യഹൂദനായിരുന്നല്ലോ. അപ്പം യേശു ആ ഒരു ഉത്സവത്തിന് എങ്ങോട്ട് പോയി? യെരുശലേമിലേക്ക് പോയിരിക്കുകയാണ്. हम जानते हैं कि यीशु मसीह एक जगह पर बैठे रहने वाला एक व्यक्ति नहीं था. वो चलते रहता, सेवकाई करता था और सेवकाई के बीच में यहूदी लोगों के पर्व में वो गया. യേശു ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് ചുമ്മാ അങ്ങ് പോകുന്നതല്ല. യേശു പോകുമ്പോൾ അതിന് എന്തെങ്കിലും ഒരു ഉദ്ദേശം കാണും. यीशु मसीह एक जगह से दूसरी जगह बिना कोई कारण नहीं जाता, मगर एक उद्देश्य के साथ वो गया. ഒരു നിയോഗത്തോടു കൂടിയാണ് യേശു കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. पवित्र आत्मा की अगुवाई के कारण ही यीशु मसीह कुछ भी करता है. ഞാൻ ആ നിയോഗം എന്ന് ഉപയോഗിച്ച വാക്ക് അല്പം കൂടെ ആഴമായി പറഞ്ഞാൽ ദൈവികമായ ചില ഉദ്ദേശങ്ങൾ സാധിക്കുവാൻ വേണ്ടിയാണ് യേശു എപ്പോഴും ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോയത്. अगुवाई शब्द का इस्तेमाल मैंने इसलिए किया क्योंकि यीशु मसीह हर समय बिना कोई कारण कोई काम नहीं करता और इसी कारण एक जगह से वो दूसरी जगह गया. ഒരു ചോദ്യമുണ്ട്, ദൈവികമായ ഉദ്ദേശം എന്ന് ഉദ്ദേശിച്ചത് എന്താണ്? तो यहाँ पे एक प्रश्न है कि परमेश्वर के द्वारा दिया गया वो आग्रह क्या है? ഈ മാനുഷികമായി പുറമേ കാണുന്ന ചില ഉത്തരങ്ങളോ ചില സൊല്യൂഷൻസോ മാത്രമല്ല ദൈവ ഉദ്ദേശം എന്ന് പറയുന്നത്. ഈ നാം പുറമേ കാണുന്നതിനും പുറകിലായി ദൈവം ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന ചില വസ്തുതകൾ, ചില സത്യങ്ങളും ദൈവത്തിന്റെ ഉദ്ദേശത്തിൽപ്പെട്ടതാണ്. परमेश्वर का उद्देश्य सिर्फ कुछ प्रश्न नहीं है, यहाँ से वहां जाने का बात नहीं, मगर उसके पीछे भी बहुत सारी बातें हैं और वो परमेश्वर करना चाहता है आपके द्वारा. കാരണം പലപ്പോഴും നമ്മൾ വേദപുസ്തകം വായിക്കുമ്പം ആ കാണുന്നത് മാത്രം നമ്മൾ കാണും. എന്നാൽ അതിൻ്റെ ഉള്ളിൽ അതിൽ അടങ്ങിയിരിക്കുന്ന അതിൻ്റെ പുറകെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ദൈവപ്രവൃത്തി ഒരുപക്ഷെ കാണാൻ കഴിഞ്ഞില്ലെന്ന് വരും. जब हम कुछ कार्य को देखते हैं मगर हम सिर्फ उसी को देखते हैं, मगर उसके पीछे जो परमेश्वर कार्य कर रहा है हम उसको देख नहीं पाते. ഒരു പരിധിവരെ നാം ഒക്കെ യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം എടുക്കുമ്പോൾ നാം കാണുന്നത് അവിടെ ഒരു പക്ഷപാതക്കാരനെ യേശു സൗഖ്യമാക്കുന്ന ഒരു യേശുവിനെയാണ്.
जब हमने ये घटना देखा तो वहां पे स्पष्ट रीति से देख सकते हैं कि यीशु मसीह ने एक लंगड़े को, एक अपाहिज व्यक्ति को चंगा किया। അത് നമ്മൾ മുഖവര മാത്രം ചിന്തിച്ചത് കൊണ്ടാണ് നമുക്ക് അങ്ങനെ തോന്നുന്നത്. കാരണം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, സംഭവം നടന്നതാണ്, കാര്യങ്ങളൊക്കെ വിശദമായി കാണാൻ പറ്റുന്നതാണ്. അപ്പൊ നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ എന്താ ചിന്തിക്കുന്നത്? യേശു ഒരു വ്യക്തിയെ സൗഖ്യമാക്കുന്നു. सिर्फ भूमिका हमने पढ़ा, इसलिए हमें पता यहाँ पे लिखा हुआ है, हम पढ़ सकते हैं कि यहाँ पे यीशु मसीह ने एक व्यक्ति को चंगा किया। പക്ഷെ നമുക്കറിയാം ഈ യേശു ഈ സൗഖ്യമാക്കതിന്റെ ഒക്കെ പുറകിൽ ഒരു വേറെ വലിയ ദൈവ ഉദ്ദേശം ഉണ്ടായിരുന്നു എന്നുള്ളത്. परमेश्वर ने इस व्यक्ति को स्तोत्रम। चंगा किया, इस चंगाई के पीछे परमेश्वर का एक बड़ा उद्देश्य था। ഹല്ലേലൂയ, ഹല്ലേലൂയ. हालेलुया। അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഇതൊന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് വിടുതൽ കിട്ടുന്നതിന്, നമുക്ക് വിടുതലിന് വേണ്ടി മാത്രമല്ല നമുക്ക് ദൈവം വിടുതൽ തരുന്നത്, സൗഖ്യം തരുന്നത്, ആരോഗ്യം തരുന്നത്, അതിനൊക്കെ ഒരു ഉദ്ദേശം ഉള്ളതുകൊണ്ടാണ്. अगर परमेश्वर ने हमें चंगाई दी है, सिर्फ चंगाई देने के लिए नहीं है, मगर उस चंगाई के पीछे परमेश्वर के एक उद्देश्य है। ഞാൻ രക്ഷിക്കപ്പെട്ടു, എനിക്ക് രക്ഷ ലഭിച്ചു, എനിക്ക് നിത്യജീവൻ പ്രാപിച്ചു, എൻ്റെ പേര് പുസ്തകത്തിൽ എഴുതപ്പെട്ടു എന്നുള്ളത് എന്തിനു വേണ്ടിയാ? मैं मसीह में आया, यीशु मसीह को स्वीकार किया, उसी के बाद अनंत काल का जीवन में प्रवेश किया, उस किताब में नाम लिखा गया, उसी के कारण ദൈവത്തിന് എന്നെ കുറിച്ചൊരു ഉദ്ദേശമുള്ളത് കൊണ്ടാണ്. സ്വത്രം. क्योंकि परमेश्वर को मेरे प्रति एक उद्देश्य है, इसी कारण। ഈ ഉദ്ദേശത്തിലേക്ക് എത്ര വിശ്വാസികൾക്ക് വളരാൻ കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളത് നമുക്ക് നമ്മളോട് തന്നെ ചോദിച്ചാൽ മതി. हमें हमसे पूछना है कि कितने विश्वासी लोग परमेश्वर के उद्देश्य में आगे बढ़ पाए हैं। ഹല്ലേലൂയ. ഒരു വ്യക്തി പോലും ഉദ്ദേശമില്ലാതെ ലോകത്ത് പിറന്നിട്ടില്ല. एक व्यक्ति भी बिना कोई उद्देश्य के इस पृथ्वी पे पैदा नहीं हुआ। ദൈവം ഒരു വ്യക്തിയെ നമ്മളെ ഏൽപ്പിക്കുമ്പോൾ ആ വ്യക്തിയുടെ ഉദ്ദേശത്തിലേക്ക് അവരെ വളർത്തിയെടുക്കാൻ വേണ്ടിയാണ് ഓരോ വ്യക്തിയെയും നമ്മുടെ കയ്യിലോട്ട് ദൈവം ഏൽപ്പിച്ചു തരുന്നത്. अगर परमेश्वर ने किसी व्यक्ति को हमारे हाथों में दिया है तो परमेश्वर का जो उद्देश्य है उसमें उसको बढ़ाना है। ഞാൻ ഇത് പറയുമ്പം നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കരുത്. നമുക്ക് പലപ്പോഴും പറ്റിപ്പോകുന്നൊരു അബദ്ധം എന്താണെന്നറിയാമോ? എൻ്റെ സഭയിൽ ഞാനിട്ടിരിക്കുന്ന കസാരയിൽ ഞാൻ പ്രസംഗിക്കുമ്പോൾ, ഞാൻ ഹല്ലേലൂയ പറയുമ്പം അതിനൊക്കെ കൂടെ പാടാനും കൂടെ ാനും കൂടെ ഇരിക്കാനും കുറച്ചു പേരാണ് ഇവരെന്ന് ചിന്തിക്കുന്ന ആ ബാലിശമായ ചിന്ത മാറി ഇവരൊക്കെ ദൈവ ഉദ്ദേശത്തിലാണ് വന്നിരിക്കുന്നത്. അവരെ ആ ദൈവ ഉദ്ദേശത്തിൽ വളർത്തിയെടുക്കുവാനാണ് ഞാൻ ഇവിടെ എന്നെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്നുള്ള ബോധ്യത്തോട് വേണം. जब मैं ये बोलूंगा तो आप बुरा मत मानिए कि हमारी कलीसिया में जब हम हालेलुया बोलते हैं, जब हम प्रेज लॉर्ड बोलते हैं, जब हम ताली बजाते हैं तो हमारे साथ मिलकर ताली बजाने के लिए नहीं है। कुछ लोगों को परमेश्वर ने हमारे हाथों में दिया है, मगर उनको परमेश्वर के उद्देश्य में आगे बढ़ाने के लिए दिया है। ഹല്ലേലൂയ, हालेलुया, ഹല്ലേലൂയ. हालेलुया। സഭാ ശുശ്രൂഷകന്റെ ഒരു ഫാൻ ക്ലബ് അല്ല. ഈ സിനിമാ നടന്മാർക്കുണ്ട് ഫാൻ ക്ലബ് എന്ന് പറയുന്നത്. അവർ പോകുന്നിടത്തെല്ലാം ഇങ്ങനെ കൈയടിച്ചു കൊടുക്കാൻ. അതല്ല സഭ. സഭ ദൈവത്തിന്റെ വകയാണ്. जो कलीसिया है वो पासवान का फैन क्लब नहीं है जहां पे भी वो जाए ताली बजाए, मगर कलीसिया परमेश्वर का है। ഹല്ലേലൂയ. हालेलुया। സഭയിലെ എണ്ണം കൂടുമ്പം ഭയന്നോണം, അത്രയും കൂടി ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടി വരിക. സ്വത്രം. क्योंकि जब कलीसिया में लोगों की बढ़ोतरी होती है तो डरना चाहिए, क्योंकि और परमेश्वर का उद्देश्य पूरा होना बाकी है। ഞാൻ സംസാരിക്കേണ്ട വിഷയത്തിൽ നിന്ന് അല്പം മാറിപ്പോയി. मैं जो विषय में बात कर रहा था उससे थोड़ा सा भटक गया। എന്നാലും തീർച്ചയായും നമുക്കതൊന്ന് ഓർത്തിരിക്കുവാൻ നമുക്കിടയാകുന്നത് നമുക്ക് ആവശ്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. मगर ये सब बातें याद रखना बहुत ही ज्यादा जरूरी है। യേശു പോകുന്നതിനൊക്കെ പിറകിൽ എന്തുണ്ട്? നമ്മൾ കാണുന്നതിനേക്കാൾ അപ്പുറത്തൊരു ദൈവിക ഉദ്ദേശമുണ്ടെന്ന് നാം മനസ്സിലാക്കണം. സ്വത്രം. हम देख सकते हैं जहां पे भी यीशु मसीह जाता है तो हम हमारे देखने से भी परे परमेश्वर के उद्देश्य वहां पे है। വാക്യം 2 വരുന്നതേ ഉള്ളൂ. നമ്മൾ दूसरे आयत में हम प्रवेश कर ही रहे हैं। യെരുശലേമിൽ ആട്ടുവാതിൽക്കൽ ബെതസ്ത എന്ന് എബ്രായ പേരുള്ള ഒരു കുളം ഉണ്ട്. അതിന് 5 മണ്ഡപമുണ്ട്. അവയിൽ വ്യാധിക്കാർ, കുരുടർ, മുടന്തർ, ക്ഷയരോഗികൾ ഇങ്ങനെ വലിയൊരു കൂട്ടം വെള്ളത്തിൻ്റെ ഇളക്കം കാത്തുകൊണ്ട് കിടന്നിരുന്നു. അതത് സമയത്ത് ഒരു ദൂതൻ കുളത്തിൽ ഇറങ്ങി വെള്ളം കലക്കും. വെള്ളം കലങ്ങിയ ശേഷം ആദ്യം ഇറങ്ങുന്നവൻ ഏത് വ്യാധി പിടിച്ചവനായിരുന്നാലും അവന് സൗഖ്യം വരും. എന്നാൽ
38 ആണ്ട് രോഗം പിടിച്ച് കിടന്ന ഒരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. അവൻ കിടക്കുന്നത് യേശു കണ്ടു. ഇങ്ങനെ ഏറിയ കാലമായിരിക്കുന്നു എന്ന് അറിഞ്ഞ്, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് അവനോട് ചോദിച്ചു. രോഗി അവനോട്, യജമാനനെ, വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിലാക്കുവാൻ എനിക്ക് ആരുമില്ല. ഞാൻ തന്നെ ചെല്ലുമ്പോൾ മറ്റൊരുത്തൻ എനിക്ക് മുമ്പായി ഇറങ്ങുന്നു എന്ന് ഉത്തരം പറഞ്ഞു. യേശു അവനോട്, എഴുന്നേറ്റ് നിന്റെ കിടക്ക എടുത്ത് നടക്ക എന്ന് പറഞ്ഞു. ഉടനെ ആ മനുഷ്യൻ സൗഖ്യമായി കിടക്ക എടുത്ത് നടന്നു. ആമേൻ. ഹല്ലേലൂയ. हालेलुया അങ്ങനെ അത്ഭുതം നമ്മൾ കേൾക്കുകയോ കാണുകയോ നമ്മൾ കൂടെ നടക്കുകയോ ചെയ്താൽ ഒന്ന് ആലോചിച്ച് നോക്കേ, എത്ര സന്തോഷമുള്ളതായിരിക്കും നമ്മളല്ലേ. सोचिए अगर स्तोत्रम। ऐसा एक ऐसा अद्भुत चमत्कार हमारे द्वारा परमेश्वर ने किया तो कितना आनंद की बात है। ഹല്ലേലൂയ. हालेलुया അവിടെ എന്താ സംഭവിച്ചത്? यहाँ पे क्या हुआ? 38 വർഷം അസുഖം പിടിച്ചു കിടന്ന ഒരു വ്യക്തിക്ക് ഒറ്റ നിമിഷം കൊണ്ട് 38 വർഷത്തെ ചരിത്രം തിരുത്തി കുറിക്കുന്ന മാതിരി ഒരു അത്ഭുത വിടുതൽ ലഭിച്ചിരിക്കുക. സ്വത്രം. यहाँ पे 38 साल से बीमार एक व्यक्ति, 38 साल का जो इतिहास था उसको बिल्कुल बदलते हुए उसको एक चंगाई मिला। എത്ര പേര് അങ്ങനെ ഒരു പ്രസംഗം കേട്ടിട്ടുണ്ട് ഇവിടെ? कितने लोगों ने ऐसा प्रचार यहाँ पे सुना है? ഹല്ലേലൂയ. അത്ഭുതം ചെയ്യുന്ന സൗഖ്യമാക്കുന്ന യേശുവിന്റെ ബലത്തെ കുറിച്ച്, यीशु मसीह जो अद्भुत चमत्कार करता उसके सामर्थ्य के बारे में। എത്ര മഹാസത്യമാണത്. സ്വത്രം. कितना अद्भुत सत्य है वो। അപ്പൊ ഞാൻ പറഞ്ഞത് എന്താണ് ഇവിടെ? ഈ ഒരു വിഷയത്തിൽ ആ പുറമേ നാം കാണുന്ന സത്യത്തിന്റെ പുറകിൽ വേറെ ഒരു വലിയ സത്യം ഉൾക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് കാണുവാൻ നമ്മുടെ കണ്ണുകളെ തുറക്കണം. സ്വത്രം. ये जो बड़ा एक सत्य है उसके पीछे एक और बड़ा सत्य है, उसको देखने के लिए हमें अपनी आत्मिक आंखों को खोलना है। ഹല്ലേലൂയ. സ്വത്രം. യേശു ജെറുസലേമിലേക്ക് പോയതും ഈ ഉത്സവത്തിന് ചെന്നതും ഈ സംഭവം നടന്നതിനൊക്കെ ഒരു പ്രത്യേക ദൈവ ഉദ്ദേശമുണ്ട് കേട്ടോ. यीशु मसीह जेरूशलेम में गया, इस पर्व में गया, उसके सबके पीछे एक बड़ा परमेश्वर का उद्देश्य है। ഹല്ലേലൂയ. ആ ഉദ്ദേശം പെട്ടെന്നൊന്ന് കാണിക്കാൻ ആഗ്രഹിക്കുക ഈ ഒരു വിഷയത്തില്. और मैं वो जो उद्देश्य यहाँ पे आपके सामने लाना पसंद ദാസൻ करूंगा। വായിച്ചപ്പോൾ നമ്മൾ കേട്ടു, जब परमेश्वर के दास ने पढ़ा, हमने सुना അവിടെ ഒരു അത്ഭുതം നടക്കുന്ന ഒരു കുളമുണ്ട് അവിടെ. സ്വത്രം. वहां पे अद्भुत चमत्कार होने वाला एक तालाब है। ഞാൻ ചോദിക്കുന്നത്, അത്ഭുതം നടക്കുന്നുണ്ടായിരുന്നോ? वहां पे अद्भुत चमत्कार हो रहा था। ഉണ്ടായിരുന്നു അല്ലേ? സ്വത്രം. हाँ, हो रहा था। ദൈവപ്രവൃത്തി അവിടെ നടക്കുന്നുണ്ടായിരുന്നു. वहां पे परमेश्वर का चमत्कार हो रहा था, അതിനൊരു സിസ്റ്റം ഉണ്ടായിരുന്നു, मगर वहां पे एक सिस्टम ഒരു था, സമ്പ്രദായം ഉണ്ടായിരുന്നു അവിടെ. वहां पे एक आचार था। എന്താ സമ്പ്രദായം? वहां का जो इतिहास क्या था? ഇടയ്ക്കിടയ്ക്ക് ദൂതൻ വന്ന് കലക്കും. वहां का इतिहास ऐसा था कि बीच बीच में स्वर्गदूत आके वहां पे हिलाता था। അല്ല, എപ്പോഴും ഇങ്ങനെ കലങ്ങിക്കൊണ്ടിരിക്കുകയല്ല. वो हर समय वहां पे हिलता नहीं था, അതിനൊരു സിസ്റ്റം ഉണ്ട്. उसका एक सिस्टम था। വന്ന് കലക്കുന്ന സമയത്ത് जब वो आके वो जो कुंड के पानी को ആ हिलाता था, സമയത്താണ് അത്ഭുതം നടക്കാൻ പോകുന്നത്. उसी समय वहां पे चमत्कार होता है। അവിടെ കൂടിയിരിക്കുന്ന ആളുകൾ ആ പ്രശ്നക്കാരുടെ പേര് ലിസ്റ്റൊക്കെ കണ്ടായിരുന്നോ? आपने वहां पे देखा होगा, वहां पे जो प्रश्न में थे, प्रॉब्लम में थे, इतना बड़ा लिस्ट वहां पे है। ഭൂമിയുടെ കീഴിൽ എന്തൊക്കെ പ്രശ്നമുണ്ടോ ആ പ്രശ്നങ്ങളെല്ലാം ഉള്ളവർ അവിടെ തമ്പടിച്ച് കിടക്കുക. आकाश के नीचे जो भी समस्या है वो सब कुछ समस्या वाले लोग वहां पे तंबू डाल के लेटे हुए हैं। പക്ഷെ ഇവിടെ വലിയൊരു പ്രശ്നമുണ്ട്. मगर यहाँ पे बड़ी एक समस्या है। 38 വർഷമായിട്ട് ഈ പുള്ളിക്ക് ചാടാൻ പറ്റുന്നില്ല. 38 सालों से ये व्यक्ति उस कुंड में जा नहीं पा रहा। അതിന്റെ കാരണം എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. उसका कारण क्या है हम जानते हैं। അവിടെ ഇടിയ, वहां पे धक्का मुक्की है। എത്ര പേര് അവിടെ സ്റ്റാമ്പേഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നടന്ന് മനുഷ്യൻ ചത്തുപോകുന്ന കാര്യമുണ്ടല്ലോ. എത്ര പേര് ചത്തെന്നുള്ളൂ നമുക്കറിയത്തില്ല. हम नहीं जानते लोगों के चलते समय कितने लोग कुचले गए। ഡാഡി ഇവിടെ മരിച്ചപ്പോൾ നമ്മൾ ക്യൂ കണ്ടു. ഇവിടുത്തെ ക്യൂ ഒക്കെ എത്ര ക്യൂ ആയിരുന്നായിരിക്കും. ഇവിടെ നിന്ന് അങ്ങ് ക്യൂ ആയിരിക്കും. ആളുകൾ ചാടാൻ പിടിച്ച ഒരു വലിയ പരിപാടി അവിടെ നടന്നുകൊണ്ടിരിക്കുക. ഒരു പ്രത്യേക രീതിയിലാണ് ഈ സൗഖ്യം കൊടുക്കുന്നത് അവിടെ. और दादी के ध्यान के समय यहाँ पे बहुत बड़ी भीड़ हमने देखा, वैसे एक बड़ी भीड़ वहां पे था चंगाई प्राप्त करने के लिए। ആരാ വന്ന് കലക്കുന്നേ? कौन आके वो जो कुंड के पानी को डिस्टर्ब करता था? സ്തോത്രം. പിശാചാണോ? शैतान नहीं, മനുഷ്യനാണോ? मनुष्य नहीं, കുട്ടി ദൈവങ്ങളാണോ? कोई भी छोटा छोटा देवी देवता नहीं, ആരാ?
സ്വർഗത്തിലെ ദൂതൻ വരികയാ. സ്വത്രം. वो स्वर्ग से दूध उतर के वो पानी को हिलाता था. സ്വത്രം. അതുകൊണ്ട് ഇപ്പൊ നമുക്ക് പറയാനൊക്കത്തില്ല അത് പിശാച് നടത്തിയ അത്ഭുതമാണെന്ന് പറയാനൊക്കത്തില്ല. इसलिए हम ये नहीं बता सकते कि शैतान वहां पे कार्य करता था. നമ്മൾ എടുത്തിയാടി പറയല്ലോ ഓ അത് പിശാച് നടത്തിയ അത്ഭുതം. हम कभी कभी बोलते हैं कि हाँ शायद शैतान ने किया होगा. യേശു നടത്തിയ അത്ഭുതങ്ങൾക്ക് മുമ്പ് നടന്ന അത്ഭുതങ്ങളെല്ലാം അതിലെല്ലാം എന്തുണ്ടായിരുന്നു? ഒരു സ്വർഗത്തിന്റെ ഒരു ഛായ, ഒരു 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 മണം, ഒരു രുചിയൊക്കെ ഉണ്ടായിരുന്നെന്നാണ് ഞാൻ പറഞ്ഞു തരുന്നത്. സ്വത്രം. यीशु मसीह से पहले जो चमत्कार वहां पे हुआ था, वहां का स्वर्ग का एक छोटा सा स्मेल और ये परछाई वहां पे हम देख सकते ഹല്ലേലൂയ. हैं. സ്വത്രം. അനേകർ സൗഖ്യമായത് അവിടെ. बहुत लोगों को वहां पे चंगाई मिली है. So it's a legitimate miracle place. It's not a fault. It's not a fake place. तो वहां पे चमत्कार हुआ है, ये झूठी घटना नहीं है. അപ്പൊ ദൈവപ്രവൃത്തി നടക്കുന്ന ഒരു സ്ഥലത്ത് നടക്കുന്ന ഈ അത്ഭുതത്തിന്റെ ആ സമയത്താണ് യേശു അങ്ങോട്ട് ചെല്ലുന്നത്. और जब ये चमत्कार हो रहा था उसी समय यीशु मसीह वहां पे आया. യേശു ഈ മനുഷ്യരോട് ചോദിക്കുന്നു നിനക്ക് സൗഖ്യവാൻ? അപ്പൊ യേശു അത് ചോദിക്കാനുള്ള കാരണം എന്താണെന്നറിയോ? യേശുവിനെ എനിക്ക് ഇഷ്ടമുള്ള കാര്യം ഈ ഈ ഈ ചില കാര്യങ്ങളൊക്കെ യേശു ചെയ്യുന്നത് ഒഴുക്കിനെതിരെയാ. मुझे ये बात बहुत अच्छा लगा क्योंकि वहां पे इस अद्भुत चमत्कार होने के बीच में जाके इस 38 साल से पड़े हुए व्यक्ति से पूछता है कि क्या तुम चंगाई होना चाहते हो, और इसलिए मुझे यीशु मसीह बहुत पसंद है. ഞാൻ പറഞ്ഞത് ഒന്ന് തിരുത്തി പറയാൻ ആഗ്രഹിക്കുക. मैं जो बोला थोड़ा सा बदल के बताना चाहूंगा. ഞാൻ പറഞ്ഞത് ചില കാര്യങ്ങൾ ചെയ്യുന്നെന്നാ പറഞ്ഞത്. मैंने बोला कि कुछ कार्य वहां पे होता है. സത്യത്തിൽ യേശു ചെയ്യുന്ന എല്ലാം യേശു ചെയ്ത എല്ലാം അന്നത്തെ ഒഴുക്കി അങ്ങ് പോയിരുന്നോ? അല്ല, യേശു ഉള്ളിടത്ത് പ്രശ്നങ്ങളാ. ആർക്കാ? സ്തോത്രം. അത് ഞാൻ പറയണ്ടല്ലോ. സ്തോത്രം. അപ്പൊ ഇവിടെ യേശു വന്നിട്ട് പറയാ ഞാനപ്പം നമുക്ക് ഇത് മനസ്സിലാക്കുന്ന നമ്മുടെ രീതിയിലാണല്ലോ. യേശു വന്ന് ഈ ബഹളം എല്ലാം കണ്ട് ഈ മനുഷ്യൻ കിടന്ന് വെപ്രാളപ്പെട്ട് നിരാശയോടൊക്കെ ഇങ്ങനെ ഇരിക്കുക. ഒരു രക്ഷയും കിട്ടുന്നില്ല. ആകെ ഹെൽപ്ലെസ്നെസ് അവിടെ. हम देख सकते हैं जब यीशु मसीह यहाँ पे आया, मैं पहले बदल के बताना चाहता हूँ, यहाँ पे बहुत कुछ यीशु मसीह ने बदल दिया. और जब यीशु मसीह यहाँ पे आया, ये जो 38 साल से जो व्यक्ति है निसहाय होके बलहीन होके वहाँ पे बैठा हुआ है, लेटा हुआ है. അങ്ങനെ യേശു അങ്ങോട്ട് എനിക്ക് തോന്നുന്നു യേശുവിന് അങ്ങോട്ട് ഒരു വിഷമോ ഒരു അരിശമോ ഒക്കെ വന്നതാണ്. അപ്പൊ യേശു നോക്കിയപ്പോഴത്തെ ഇവനോട് ചോദിക്കുക, എടാ നിനക്ക് സൗഖ്യമാകാൻ നിനക്ക് മനസ്സുണ്ടോ? उस समय उस व्यक्ति को देख के शायद यीशु मसीह को गुस्सा आया होगा, दुख आया होगा. उसको देख के पूछा होगा, ए तुम्हें चंगाई होने का मन है? ഇവനെ യേശു ആരാന്നൊന്നും അറിയത്തില്ല. ये नहीं जानता कि यीशु मसीह कौन है. ഇവൻ ദൈവപുത്രനാണെന്നും ഇയാൾക്ക് അറിയത്തില്ല. ये परमेश्वर का दास है, ये व्यक्ति नहीं जानता. ഒരു ചോദ്യം അങ്ങോട്ട് ചോദിച്ചു, एक प्रश्न वहां पे ഒരു पूछा ഉത്തരം അങ്ങോട്ട് കൊടുത്തു. और एक उत्तर वहां को दिया. എന്നിട്ട് എന്നാ പറഞ്ഞു യേശു? यीशु ने क्या बोला? എഴുന്നേറ്റ് നടക്കാന്ന് പറഞ്ഞു. उठो और चलो. ഹല്ലേലൂയ. ഒരു ഹല്ലേലൂയ. ഒരു കൈയടി കൊടുത്തേ യേശുവിന്. यीशु मसीह को ताली देते हैं. യേശുവിന് ഒരു കൈയോട് എടുത്തേ. സ്വത്രം സ്വത്രം സ്വത്രം. അയ്യോ, നമ്മൾ ചിലരൊക്കെ സൗഖ്യമാക്കാൻ പെടുന്ന പാടുന്ന നോക്കണം. हम किसी को चंगाई देने के लिए कितना दिक्कत होता है. സ്വത്രം. നമ്മൾ സൗഖ്യമാക്കണമെന്നുണ്ടെങ്കിൽ ദൂതൻ താഴെ വരണം. അത് ഇടയ്ക്കിടയ്ക്കേ വരത്തുള്ളൂ. ലിസ്റ്റ് എഴുതി ആദ്യം തൊട്ട് പേര് വിളിക്കുന്ന അനുസരിച്ച് നമുക്ക് ചെയ്യാനൊക്കത്തുള്ളൂ. അതിന് സഹായിക്കാൻ നമ്മൾ നിൽക്കാം. യേശുവിനോട് ഇവൻ പറഞ്ഞതെന്നറിയോ? ഞാൻ ആഗ്രഹിച്ച് പല പ്രാവശ്യം എഴുന്നേക്കാൻ ശ്രമിക്കുമ്പോൾ ഒന്നും എന്നെ ആരും പൊക്കത്തില്ല. പിന്നെ ഒരു പരിധ എങ്ങനെയോ ഒക്കെ എഴുന്നേറ്റ് പതുക്കെ ചെല്ലുമ്പോഴത്തേക്ക് വേറൊന്നും ചാടും. എന്തൊരു നിസ്സഹായതയാണ്. ഞാനൊരു കാര്യം പറയട്ടെ. अगर जब हम देखेंगे कि जब यहाँ पे यीशु मसीह चमत्कार करने आया, मगर अगर हम किसी को चंगाई देना चाहते हैं तो हम चाहते हैं कि स्वर्ग से दूत उतर के आए, और वो भी कभी कभी आता है. और यहाँ पे इस व्यक्ति को देखिए, जब भी ये दूत उतर के आता है, जब पानी को हिलाता है, उस समय बहुत ही दिक्कत के साथ ये उठता है, मगर उससे कुछ नहीं हो पाता. എന്താണ് യഥാർത്ഥത്തിൽ യേശു ചെയ്തത്? मगर यहाँ पे यीशु मसीह ने सही में क्या किया? നമ്മുടെ കണ്ണ് തുറന്നൊന്ന് കാണണമേ. आइए हम अपने आंखों को खोल कर देखते हैं. സ്തോത്രം സ്തോത്രം. അന്ന് വരെ മനുഷ്യൻ നടന്ന ആ സംവിധാനത്തെ പൊളിച്ചങ്ങ് കളഞ്ഞേച്ച് യേശു പറഞ്ഞു, ഇത്രേ ഉള്ളു കാര്യമൊന്നും.
സ്വത്രം उस समय स्तोत्रम। तक जो भी हो रहा था हर एक सिस्टम को उखाड़ कर फेंक कर यीशु ने बोला बस इतना ही है। ഹല്ലേലൂയ. हालेलुया। ഒരു ദൂതനും വരണ്ട, कोई स्वर्गदूत आने का जरूरत नहीं, ഒരു കുളത്തിന്റെ അടിയെ കിടക്കുകയും വേണ്ട, कोई ये तालाब के किनारे लेटने का भी जरूरत ഉന്തും नहीं, തള്ളും ഒന്നും വെക്കണ്ട, ഉന്തും തള്ളും ഒന്നും വേണ്ട. कोई धक्का देने का कुछ जरूरत नहीं। ഇങ്ങനെയാണ് ദൈവത്തിന്റെ പ്രവൃത്തി ദൈവം ചെയ്യുന്നെന്ന്. സ്തോത്രം. इस रीति स्तोत्रम। से परमेश्वर अपना हालेलुया. कार्य करता है। സ്തോത്രം. हालेलुया। ഞാനൊരു കാര്യം പറയട്ടെ, യേശു നമ്മുടെ മെത്തേഡുകളെക്കാൾ അതീതനാണ്. मैं एक बात बताना चाहता हूं, यीशु मसीह हमारे हर एक रीति से ऊपर है। സ്തോത്രം. അത്രേ ഉള്ളൂ ആ സ്തോത്രത്തിന് വില. ഒരു ശകലം കൂടെ ഒക്കെ ഒന്ന് ആരോഗ്യത്തോടെ ഒക്കെ ഒന്ന് പറഞ്ഞേ. थोड़ा सा और मजबूती से स्तोत्रम बोलिए। നമ്മുടെ മെത്തേഡിന് തെറ്റ് വല്ലതും ഉണ്ടോ? हमारा जो मेथड है उसमें कोई गड़बड़ है? കാര്യങ്ങൾ നടക്കുന്നില്ലേ? काम तो हो रहा है, ഉണ്ടോ ഇല്ലയോ? സ്തോത്രം. हाँ या പറഞ്ഞേ. ना? സൗഖ്യമാകുന്നില്ലേ? चंगाई हो रहा है? പിശാചിന്റെ ആണോ? അല്ല, നല്ല കാര്യങ്ങളാ. മോശ സ്ഥാപിച്ചത് നല്ല കാര്യങ്ങളാ. मूसा ने जो किया वो सब कुछ अच्छा था। ഹല്ലേലൂയ. സ്തോത്രം. ന്യായപ്രമാണം നല്ലതാ. जो नीति है वो सब कुछ अच्छा है, അതും ദൈവത്തെ വെളിപ്പെടുത്തുന്നത്. वो भी परमेश्वर का उद्देश्य को पूरा करता है। നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നല്ല കാര്യങ്ങളാ. അതുകൊണ്ട് കാര്യങ്ങളൊക്കെ സാധിക്കുന്ന കാര്യങ്ങളാ. അച്ചടക്കത്തോടെ കാര്യങ്ങൾ പോകുന്നില്ലേ? हम जो भी करते हैं वो सब कुछ सीख है, एक डिसिप्लिन के साथ काम आगे बढ़ रहा है। സ്തോത്രം. ഇവിടെ യേശുവിന് വിഷയം അച്ചടക്കമൊന്നുമല്ല. സ്തോത്രം. यहाँ पे यीशु मसीह का जो मैटर है वो कोई डिसिप्लिन नहीं है। നമുക്ക് ഞാനൊരു കാര്യം പറയട്ടെ, നമുക്ക് ചെയ്യാവുന്നതിൻ്റെ മാക്സിമം ആണ് ആ കണ്ടത്. കുളവും ഇടയ്ക്ക് വന്ന് കിളക്കുന്നതും ഒക്കെ നമുക്ക് ചെയ്യാവുന്നതിൻ്റെ മാക്സിമമാണ്. പക്ഷെ നമുക്ക് ചെയ്യാതിൻ്റെ മാക്സിമത്തെക്കാൾ നമ്മുടെ നല്ല മെത്തേഡുകളെക്കാൾ നമ്മുടെ നല്ല നല്ല കാര്യങ്ങളെക്കാളൊക്കെ ആരാണ് യേശു? കമോൺ, ആരാണ് യേശു? ഒന്ന് പറഞ്ഞേ. അതീതനാണ്. ക്രൈസ്റ്റ് ഈസ് above and beyond human methods, even if it is a good one. जब हम यहाँ पे देखते हैं वहां पे जो कुंड है, वहां पे जो लोग हैं, वो सब कुछ एक सिस्टम है, मेथड है जो हम कर सकते हैं, मगर यीशु मसीह इन सब सिस्टम से परे है। वो यीशु मसीह है। നമുക്കൊരു ചോയ്സ് ഉണ്ട് ഇവിടെ. हमारे पास एक चुनाव है। നന്നായിട്ട് നടക്കില്ല, പിന്നെ എന്തിനാ ഇതൊക്കെ മാറ്റുന്നേ? ओ सब कुछ तो अच्छे से चल रहा है, तो क्यों बदलना है? അതിപ്പോ ആ മനുഷ്യന് ചാടി വീണ് സൗഖ്യമാകാൻ കഴിയാതെ പോയത് ദൈവത്തിന്റെ സമയമായില്ലായിരിക്കും. अगर वो व्यक्ति उस कुंड में उतर कर चंगा ही नहीं हुआ तो शायद परमेश्वर का टाइम नहीं हुआ होगा। നമുക്ക് ഒത്തിരി ഉണ്ട് പറഞ്ഞും നമുക്ക് ന്യായീകരിക്കാൻ. हमें एक्सक्यूज देने के लिए बहुत कुछ है। പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, നമ്മുടെ ചോയ്സ്, ആർ യു ഗോയിങ് ടു ഫോളോ good man-made methods that work oiled well in a machine, or you are going to stuck your head out for Jesus's method? तो मैं आपसे एक प्रश्न पूछता हूं, जो मनुष्य ने बनाया उसी आचार विचार के साथ हम आगे बढ़ेंगे कि या हम अपना बदलावट लाएंगे? Hallelujah. 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 സ്തോത്രം. നമ്മുടെ ആത്മീക മെത്തേഡുകളെക്കാളൊക്കെ അതീതനാണ് യേശു എന്ന് ഞാൻ ഉറക്കെ പ്രഖ്യാപിക്കട്ടെ. तो സ്തോത്രം. मैं यहाँ पे बताना चाहता हूँ, हमारे जो आत्मिक मेथड्स है उससे भी बहुत परे है यीशु मसीह। നമ്മുടെ മതത്തിന്റെ, हमारे धर्म का, നമ്മുടെ ചട്ടക്കൂട്ടുകളുടെ, हमारा जो कलीसिया का जो നമ്മൾ रीति रिवाज है, പരിചയിച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ മാർഗങ്ങളുടെ, हमारा जो भी सोच के रखा है, हर एक रास्ते से, നമ്മുടെ ശുശ്രൂഷ രീതികളുടെ, हमारा सेवकाई करने का तरीके से, നമ്മുടെ പല പല വിഷയങ്ങൾ നമ്മൾ ഇങ്ങനെ കുട്ടി ചേർത്ത് വെച്ചിരിക്കുന്ന ഈ നല്ലൊരു പുസ്തകം പോലെ ഇരിക്കുന്ന പലതിനേക്കാളും ഒക്കെ ആരാ അതീതൻ? പറഞ്ഞേ. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഭാഷയുടെ പരിമിതികളുണ്ട്, അതുകൊണ്ട് ഇത്രയൊക്കെ കിട്ടത്തുള്ളൂ. സ്തോത്രം. हम जो भी रीति से सेवकाई चलाते हैं उन सब कुछ सबसे परे है यीशु मसीह। ഹല്ലേലൂയ. ഹല്ലേലൂയ. നമുക്കൊന്ന് ശ്വാസം എടുക്കാം. സ്തോത്രം. हम थोड़ा सांस लेंगे। ഞാനൊന്ന് എടുക്കട്ടെ, അതിനുവേണ്ടിയാണ് ഞാനത് പറഞ്ഞത്. मैं थोड़ा सा पहले लेना चाहूंगा। അപ്പം ഈ യേശു അവിടെ സൗഖ്യമാക്കിയത് എന്തിനു വേണ്ടിയാ? അവന് സൗഖ്യം കിട്ടി. यहाँ पे यीशु मसीह ने उसको चंगाई क्यों दिया? यहाँ पे तो चंगाई मिल गया, പക്ഷെ ആ സൗഖ്യത്തിന്റെ പുറയിൽ യേശു ഒരു ബോംബ് അങ്ങോട്ട് ഇട്ടു. मगर उस चंगाई के पीछे हालेलुया। परमेश्वर ने एक बॉम्ब को डाल दिया। ഹല്ലേലൂയ. हालेलुया। രാവിലെ എഴുന്നേറ്റ് നമ്മൾ ഇടയ്ക്ക് കണ്ണാടിയിൽ നോക്കണേ. कभी कभी उठ के सुबह उठकर चेहरे आप शीशे में जरूर देखिएगा। ചിലർക്ക് ഒരു ധാരണയുണ്ട്, ഓ ഞാൻ കണ്ണാടി നോക്കണ്ട, ഞാൻ കിടന്നാലും ഉറങ്ങിയാലും മോൻ കഴിയിലും ഞാൻ ഭയങ്കര സുന്ദരനാ.
कुछ लोग सोचते हैं कि ओ मुझे कुछ शीशा देखने का जरूरत नहीं है, अगर मैं सोता हूँ जागता हूँ कैसा भी मैं बहुत खूबसूरत दिखता हूँ। ഇവര് കണ്ണാടി നോക്കത്തുമില്ല, वो कभी भी शीशा देखते भी नहीं है ആരെ കൊണ്ട് നോക്കിക്കത്തുമില്ല. और किसी और को देखने भी नहीं देते। ആരെങ്കിലും അവന്റെ മുഖത്ത് നോക്കി പറയാ നീ എന്നടാ മോൻ കഴിയാ വന്ന് ചോദിച്ചാൽ പറയും നീ പോടാന്ന് പറയും. अगर कोई पूछेगा कि मुंह धो के क्यों नहीं आए, स्वतंत्र। तो बोलेंगे तुम अपना काम करो। സ്വത്രം ഞാൻ ഇച്ചിരി അതിൽ വിട്ട് പോയോ? क्या मैंने अपना लिमिटेशन क्रॉस किया? ഹല്ലേലൂയ. हालेलुया। പറ്റുന്നില്ല. ഞാൻ രാവിലെ തൊട്ട് പറഞ്ഞ കർത്താവേ नहीं हो रहा, मैंने सुबह से परमेश्वर से बोला। നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? സ്തോത്രം. मैं സ്തോത്രം. जान विश्वास സ്തോത്രം. करता हूँ कि आप लोगों को समझ में ഹല്ലേലൂയ. आया। ഹല്ലേലൂയ. ഈ പുള്ളി സൗഖ്യം കിട്ടി തുള്ളിച്ചാടി അങ്ങ് പോയി. और जिस व्यक्ति को चंगाई मिला वो उछल कूद के वो चला गया। പുറത്തോട്ട് വായിക്കുമ്പോൾ അറിയാം യേശുവിന് അവിടെ നിൽക്കാൻ പറ്റിയില്ല, മുങ്ങണ്ടി വന്നു. मगर जब हम नीचे को पढ़ेंगे तो वहां पे स्पष्ट नहीं देखा, यीशु मसीह वहां पे खड़ा नहीं हो गया, वहां से चला गया। ഞാൻ പറയട്ടെ, ചിലപ്പോഴൊക്കെ ചില ബോംബ് ഇട്ട ചങ്ങ് മുങ്ങുന്നതല്ല. मैं बताने कभी कभी छोटा छोटा बॉम्ब डाल के वहां से भागना ही अच्छा है। ഹല്ലേലൂയ. हालेलुया। ഞാൻ ചെയ്ത കാര്യമല്ല പറഞ്ഞേ. मैंने क्या किया ये नहीं बता रहा। നല്ല ബോംബ് ആയിരിക്കണമെന്നേ ഉള്ളൂ. अच्छा बॉम्ब होना चाहिए। സ്തോത്രം. എല്ലാ ബോംബും നല്ലതല്ല. सारे बॉम्ब अच्छे नहीं होते। സ്തോത്രം. നശിപ്പിക്കുന്ന ബോംബല്ല നമുക്ക് വേണ്ടത്. किसी का हालेलुया. नाश करने वाला बॉम्ब नहीं സ്തോത്രം. है। പഴയതിനെ ഉടച്ച് കളയുന്ന ബോംബ്. पुराने को तोड़ने वाला बॉम्ब होना चाहिए। ഹല്ലേലൂയ. പുതുമയിലേക്ക് നമ്മളെ കൊണ്ടുവരുന്ന എന്തും നമ്മൾ വെൽക്കം ചെയ്യണം. സ്തോത്രം സ്തോത്രം. और जो भी हमें नएपन में लेके जाएगा हर एक वस्तुओं को हमें स्वागत करना है। ഹല്ലേലൂയ. ഫസ്റ്റ് ഒന്ന് വായിച്ചാട്ട് ഫസ്റ്റ് നമുക്ക് മുഴുവൻ തീർക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. എന്നാൽ അന്ന് ശബത്തായിരുന്നു. ആകയാൽ യഹൂദന്മാർ സൗഖ്യം പ്രാപിച്ചവനോട് പ്രശ്നമായി. यहाँ पे बहुत बड़ा एक समस्या है। ശബത്ത്. शब्द എന്താ ഈ ശബത്ത് എന്ന് പറഞ്ഞ? शब्द का मतलब क्या है? ദൈവം മോശയോട് പറഞ്ഞ് परमेश्वर ने मूसा से बोला, തലമുറ തലമുറയായി നൂറ്റാണ്ടുകളായി കൊണ്ടുവച്ച് അവരുടെ ഹൃദയത്തിന്റെ ഏറ്റവും അടിത്തട്ടിൽ അവർ ആദരിച്ചിരുന്നതും അവര് ദൈവത്തെ പോലെ കരുതിയിരുന്ന ഒരു വലിയ അവരുടെ ആത്മീക കാര്യം അത്. और ये सालों से मूसा के द्वारा मिला हुआ और सालों से हजारों सालों से वो अपने हृदय के सबसे गहराइयों में छुपा के परमेश्वर के नजदीक मनाने वाले एक पर्व था शब्द। നമുക്ക് ഇവരെ ഒന്നും കുറ്റം പറയാനൊക്കത്തില്ല കേട്ടോ. हम उनको कभी भी गलत नहीं बोल सकते, അവരാരും കണ്ടുപിടിച്ചൊന്നുമല്ല സാബത്ത്. क्योंकि शब्द उन्होंने शुरू नहीं किया, മോശം കണ്ടുപിടിച്ചതല്ല. मूसा ने भी शुरू नहीं किया। ആര് കൊടുത്താ? किसने दिया? സ്തോത്രം. ആര് കൊടുത്താ? ദൈവത്തിൽ നിന്ന് ലഭിച്ചതാണ്. परमेश्वर से मिला है ये बात। ശബത്തിനെതിരെ നിൽക്കാൻ പറഞ്ഞ ആർക്കെതിരെ നിൽക്കുക? शब्द के खिलाफ खड़े हैं तो किसके खिलाफ खड़े हैं? ദൈവത്തിനെതിരെ നിൽക്കുക. परमेश्वर के खिलाफ। അപ്പൊ അവരതിനൊക്കെ വേണ്ടി പ്രതികൂലങ്ങളെ സഹിച്ച് സകലതിനെയും ത്യജിച്ച് മുമ്പോട്ട് നിൽക്കുന്നത് അവരുടെ പിതാക്കന്മാർക്ക് ലഭിച്ച എന്തിനു വേണ്ടിയാ എന്ന് പറഞ്ഞ എന്നോട് പറഞ്ഞേ സത്യത്തിന് വേണ്ടിയാണെന്ന്. और जो पिता लोगों से मिला हुआ परमेश्वर के द्वारा दिया हुआ वो जो सत्य है उसके लिए वो खड़े थे। ശബത്തിനെ തൊട്ട് കളിച്ചാൽ എന്റെ പിതാവായ ഏബ്രഹാമിനെ അന്ന് തൊട്ട് കളിക്കുന്നത്. अगर शब्द को किसी ने छुआ तो मेरे पिता इब्राहिम को छुआ। എന്റെ അപ്പോസ്തലനായ മോശയെ നീ തൊട്ട് കളിക്കുന്നത്. मेरे जो अपोस्तल है मूसा उसको तुमने छुआ। ആരാ ഇവൻ? യേശു. ये यीशु कौन है? സൗഖ്യവാക്യവന് പോലും അറിയത്തില്ല ഇവൻ ആരാന്ന്. जिसको चंगाई मिली है वो भी नहीं जानते यीशु ഞാൻ मसीह പറഞ്ഞ कौन है। മനസ്സിലാവുന്നുണ്ടോ? സ്തോത്രം. मैं जो बोल रहा आपको समझ में आ रहा है? സ്തോത്രം. ഒരു സ്തോത്രം പുറയുന്നത് കേൾക്കാം. ഒരു സ്തോത്രം കിട്ടിയ കൊള്ളായിരുന്നു. पीछे से भी एक स्तोत्र। എനിക്കിവിടെ നിൽക്കാനുള്ള ധൈര്യത്തിന് വേണ്ടിയാണ് ഞാൻ ചോദിക്കുന്നത്. यहाँ पे खड़े होने के धैर्य के लिए मैं ये पूछता हूँ। ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പൊ അവിടെ പ്രശ്നമായി. എന്തായ പ്രശ്നം? ശബത്തായിരുന്നു. यहाँ पे समस्या हुआ। समस्या क्या है? उस दिन शब्द था। പാസ്റ്റർ വായിച്ചു. पास्टर पढ़िए। ഇന്ന് ശബത്താകുന്നു, കിടക്ക എടുക്കുന്നത് വിഹിതമല്ല എന്ന് പറഞ്ഞു. എൻ്റെ അമ്മ ഒന്ന് ആലോചിച്ച് നോക്കിയേ ആത്മീയതയുടെ ആ താഴോട്ടുള്ള പോക്ക്. एक बार सोचिए आत्मिकता का जो पतन कैसा है। 38 വർഷമായിട്ട് നരകിച്ച് ചാകാൻ കൊതിച്ച് കിടക്കുന്നവൻ എഴുന്നേറ്റൊന്നും അല്ല അവർക്ക് വിളിയും. 48 सालों से जो इतना दिक्कत में अपना जीवन गुजार रहा था बीमारी में, जब वो चंगा हुआ वहां पे वो मायने नहीं रखता। ആർക്കും തൊടാൻ പറ്റാത്ത നാറിയ ആ
പാ 38 വർഷം കടന്ന പായല്ലേ, അപ്പൊ പിന്നെ നാറായിരിക്കും. 38 साल से लेटा हुआ जिसमें बदबू आ रहा था, ऐसा बिछौना അത് ഇവൻ എടുത്തെന്ന്. ये उसने उठा लिया. ആരാ ഇത് പറയുന്നത്? कौन बोल रहा है? പറഞ്ഞേ. आप बोलिए. ശബത്തുകാരെന്ന് പറഞ്ഞ ആരായിരുന്നു തന്നെ? നമ്മളെ शबत लोग कौन है? ഇസ്രായേൽ മക്കളല്ലേ, യഹൂദന്മാരല്ലേ? इजरायली लोग, यहूदी लोग. യഹൂദന്മാരല്ലേ? ആണോ? यहूदी लोग. ആണോ അല്ലയോ? हाँ या ना? ആരാ യഹൂദന്മാര്? कौन है यहूदी लोग? അബ്രഹാമിന്റെ മക്കള്. अब्राहम के संतति. ആരാ അബ്രഹാം? अब्राहम कौन है? ദൈവം വിളിച്ച് വേർതിരിച്ച് നിന്നാൽ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടുമെന്ന് പറഞ്ഞ് അനുഗ്രഹത്തിന്റെ വക്താക്കളായി, അനുഗ്രഹത്തിന്റെ ചാലായി മാറേണ്ട അബ്രഹാമിന്റെ സന്തതി ഒരുത്തർ അനുഗ്രഹം പ്രാപിച്ചോ പറയാ, അയ്യോ നിങ്ങൾ എന്നെ ഞാൻ വിട്ടുപോയി, നിങ്ങളെ വിട്ടുപോയി ഞാൻ, നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? अब्राहम कौन है जिसके प्रति परमेश्वर ने इस प्रकार वादा दिया कि तुम्हारे द्वारा पूरी संसार अनुग्रहित होगा, एक बड़ा जाति आएगा अनुग्रह को समेटने वाला, उस अब्राहम के संतति, वो यहाँ पे इस प्रकार बोला. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു അവന്റെ ശാപം അഴിച്ച് അനുഗ്രഹത്തിലേക്ക് കൊണ്ടുവന്നപ്പോഴത്തേക്ക് ശരിക്കും അനുഗ്രഹം കൊടുക്കേണ്ടവർ പറയുക, ഇതൊന്നും അത്ര ശരിയായ അനുഗ്രഹമൊന്നും അല്ല കേട്ടോ. जब यीशु मसीह ने उसके श्राप को हटाकर अनुग्रह में उसको लेके गया, और तब इन यहूदी लोगों ने बोला ये उतने अच्छी बात नहीं है. ശരിയാ, നിനക്ക് സൗഖ്യമൊക്കെ കിട്ടി, हाँ ये ठीक है कि तुम्हें चंगाई मिला, അതൊക്കെ സത്യമാ, और वो सब कुछ सत्य है, പക്ഷെ നീ ഒത്തിരി തുള്ളി ചാടൊന്നും വേണ്ട കേട്ടോ. इसलिए तुम ज्यादा खुशी से कूदो मत, കാരണം നിനക്കറിയാമോ നീ ഇപ്പൊ ചെയ്തെന്താന്ന്? क्योंकि तुम जानते हो कि तुमने क्या किया. എന്താ ചെയ്ത്? तुमने क्या किया? നീ മഹാദൈവത്തിന്റെ മുമ്പിൽ പാപം ചെയ്തു, तुमने महापरमेश्वर के सामने पाप किया, ശബത്ത് ബ്രേക്ക് ചെയ്തു. സ്വത്രം. तुमने शब्द को तोड़ा है. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഈ യേശു ഈ പ്രവൃത്തി ചെയ്തത് എന്തിനു വേണ്ടിയൊക്കെ ആയിരുന്നു? तो मैं ये प्रश्न पूछता हूँ कि यीशु मसीह ने जो कार्य किया है वो क्यों किया है? യേശുവിന് അറിയത്തില്ലായിരുന്നോ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പോകുന്നു? यीशु मसीह नहीं जानता कि ऐसा सब ഞാൻ समस्या ചോദിക്കുന്നതിന് आएगा. ചോദ്യം ഒന്ന് പറയാം, ഉത്തരം പറയാം, ഉണ്ടാവുമായിരുന്നോ? അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, വെറും ഒരു സൗഖ്യം എന്നുള്ളതിന്റെ ഒക്കെ അപ്പുറത്ത് ചില വലിയ സത്യങ്ങളെ, ആത്മീക സ്വർഗീയ ദൈവിക സത്യങ്ങളെ മനുഷ്യന്റെ ഇടയിലേക്ക് ദൈവം കർത്താവ് കൊണ്ടുവരാനുള്ള മാർഗങ്ങളാണ് ഇതൊക്കെ. तो यहाँ पे परमेश्वर अपने जन के बीच में परमेश्वर के सत्य को लाने का एक तरीका था. മോഹൻ, സുരജ്, നമ്മളത് അനുഗ്രഹമൊക്കെ പറഞ്ഞ് സൗഖ്യമൊക്കെ കൊടുത്തങ്ങ് നിർത്തി അങ്ങ് പോവുക, ബാക്കിയൊന്നും നമുക്ക് വേണ്ട. मोहन, हम क्या करते हैं? हम सिर्फ चंगाई देते हैं और बस ऐसे ही ले जाते हैं, किसी को सत्य का नहीं देते. ഭാഷണം വായിച്ചേ പാസ്റ്റർ ബാക്കിയുടെ. സൗഖ്യമായവൻ അവരോട്, എന്നെ സൗഖ്യമാക്കിയവൻ കിടക്കയെടുത്ത് നടക്ക എന്ന് എന്നോട് പറഞ്ഞു എന്ന് ഉത്തരം പറഞ്ഞു. വായിച്ചോ പാസ്റ്റർ. അവൻ അവരോട്, കിടക്കയെടുത്ത് നടക്ക എന്ന് നിന്നോട് പറഞ്ഞ മനുഷ്യൻ ആർ എന്ന് ചോദിച്ചു. എന്നാൽ അവിടെ പുരുഷാരമുണ്ടായിരിക്കിയാൽ യേശു മാറിക്കളഞ്ഞതുകൊണ്ട് അവൻ ആരെന്ന് സൗഖ്യം പ്രാപിച്ചവൻ അറിഞ്ഞില്ല. ഞാൻ പറഞ്ഞല്ലോ, मैंने बताया था. യേശു എന്ത് ചെയ്തു? यीशु मसीह ने क्या किया? മാറിക്കളഞ്ഞെന്നൊക്കെ നല്ല ഭാഷയായിരിക്കാം, നമ്മുടെ ഭാഷ പറഞ്ഞാലോ? वहां से हट गया तो अच्छी भाषा लिखा हुआ, हमारी भाषा में बोलेंगे तो. യേശുവിനെ കുറിച്ചൊക്കെ അങ്ങനെയൊക്കെ പാസ്റ്റർ പറയില്ല കേട്ടോ. ओ यीशु मसीह के बारे में पास्टर ऐसा कुछ मत बोलिए. യേശു ഇപ്പഴാ ജീവിച്ചിരുന്നെങ്കിൽ നമ്മൾ അതൊക്കെ പറഞ്ഞാനെ. സ്വത്രം. अगर यीशु मसीह आज जीवित होते तो हम जरूर ऐसा बोलते. പ്രാവും നമ്മുടെ വിഷയമല്ല. परमेश्वर के लिए सब कोई बड़ी बात नहीं है. അനന്തരം യേശു അവനെ ദൈവാലയത്തിൽ വച്ച് കണ്ടു. അവനോട്, നോക്കൂ, നിനക്ക് സൗഖ്യമായല്ലോ, അധികം തിന്മയായത് ഭവിക്കാതിരിപ്പാൻ ഇനി പാപം ചെയ്യരുത് എന്ന് പറഞ്ഞു. ആ മനുഷ്യൻ പോയി തന്നെ സൗഖ്യമാക്കിയത് യേശു എന്ന് യഹൂദന്മാരോട് അറിയിച്ചു. യേശു ശബത്തിൽ അത് ചെയ്യുക കൊണ്ട് യഹൂദന്മാർ അവനെ ഉപദ്രവിച്ചു. യേശു അവരോട്, എൻ്റെ പിതാവ് ഇന്നുവരെയും പ്രവർത്തിക്കുന്നു, ഞാനും പ്രവർത്തിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അങ്ങനെ അവൻ ശബത്തിൽ ലംഘിച്ചതുകൊണ്ട് മാത്രമല്ല, ദൈവം സ്വന്തം പിതാവ് എന്ന് പറഞ്ഞ് തന്നെ താൻ ദൈവത്തോട് സമമാക്കിയതുകൊണ്ടും യഹൂദന്മാർ അവനെ കൊല്ലുവാൻ അധികമായി ശ്രമിച്ചു പോകുന്നു. ആദ്യം ചെയ്തതെന്താ? യേശു നമ്മുടെ മെത്തേഡുകളെ പൊളിച്ച് അതിനതീതനായിട്ട് അല്ലേ? पहले यीशु मसीह ने क्या किया? हमारा जो रीति रिवाज है उसको हटाकर उससे भी परे बना. ഇവിടെ യേശു എന്താ ചെയ്യുന്നത്? यहाँ पे यीशु मसीह ने क्या किया? എന്തിന്റെ അതീതനായി യേശു അവിടെ? किसके ऊपर गया? സ്തോത്രം.
ന്യായപ്രമാണത്തിനും ശാപത്തിനും അതീതനാണെന്ന് യേശു തെളിയിക്കുക. हर एक नियमों के स्तोत्रम। ऊपर यीशु मसीह है, यहाँ पे यीशु मसीह ने वो प्रूफ किया है. ഞാനൊരു കാര്യം പറയട്ടെ, ഈ ന്യായപ്രമാണവും ശാപത്തും എന്നൊക്കെ ഞാൻ കേൾക്കുമ്പം എൻ്റെ മനസ്സിൽ വരുന്നത് നല്ല പാരമ്പര്യങ്ങളെന്നാണ്. और जब न्याय और शब्द के बारे में जब मैं सोचता हूँ तो हाँ, अच्छा इतिहास. ഞാൻ അഴുക്കുകാരിയൊന്നുമല്ല പറഞ്ഞത്, നല്ല കാര്യങ്ങളാണ് അതൊക്കെ. मैंने कोई खराब बात नहीं बोला, सब अच्छी बात ദൈവം बोला. കൊടുത്തതല്ലേ അത്? സ്വത്രം सब कुछ परमेश्वर ने दिया है, ഒരു ഉദ്ദേശം കൊണ്ടല്ലേ ദൈവം കൊടുത്തത് അതിന്. एक उद्देश्य के साथ ही परमेश्वर ने दिया है. അന്ന് അവിടെ സൗഖ്യമായത് അത് നല്ല കാര്യങ്ങളല്ലേ? उस दिन वहां पे चंगाई हुआ, वो बहुत अच्छी बात है, ദൈവിക കാര്യങ്ങളല്ലേ? परमेश्वर के कार्य है. ഇതെല്ലാം ദൈവിക കാര്യങ്ങളും നല്ല കാര്യങ്ങളുവാ. सब कुछ परमेश्वर का कार्य और अच्छी बात है. സ്വത്രം. എന്നാൽ അതിനൊക്കെ അതീതനാണ് ക്രിസ്തു. मगर इन सब से परे है यीशु मसीह. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നമ്മുടെ മെത്തേഡ്സിന് എബവ് ആണ് യേശു, നമ്മുടെ മതത്തിന് എബവ് ആണ് യേശു. हमारे हर एक मेथड से परे है यीशु मसीह, हमारा हर एक कलीसिया से परे है यीशु मसीह. ഈ പലർക്കും ക്രിസ്ത്യാനി ആയി കഴിയുമ്പോൾ ഒരു തോന്നലുണ്ട്, ഓ ഞാൻ ഇത്രയും നാളും അഴുക്ക് മതങ്ങളിലായിരുന്നു, ഇപ്പം ഞാൻ എന്തായി നല്ല മതത്തിലേക്ക് വന്നു. और कुछ लोग जब मसीह होते हैं तब ऐसे बोलते हैं कि हाँ, अभी तक मैं खराब धर्म में था, अभी मैं अच्छा धर्म में हूँ. അപ്പം നല്ലവനാകാൻ നല്ല മതം സ്വീകരിക്കുന്ന ഒരു പരിപാടിയാണ് ഈ സംഭവം. तो हम लोग सोचते हैं कि जब कोई मसीह में आता है ऐसा है कि खराब धर्म को छोड़कर अच्छा धर्म चुनते हैं. എൻ്റെ കൂടെ വന്നാൽ മതി, ഞാൻ കാണിച്ചു തരാം. നല്ല കറ തീർന്ന നല്ലവരായിട്ടുള്ള മനുഷ്യരെ, मेरे साथ നല്ലവരെന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഞാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് ഒരു പറയാം. ഈ നല്ല മനുഷ്യരെ കള്ളം പറയത്തില്ല, കള്ളു കുടിക്കത്തില്ല, സീട്ട് വലിക്കത്തില്ല, ഒന്നും ചെയ്യത്തില്ല, മക്കളെ നോക്കുന്ന കാണും, ഭാര്യയെ നോക്കുന്ന കാണും. ഓ നമ്മൾ വിചാരിക്കും ഈ മനുഷ്യൻ എങ്ങനെ ക്രിസ്ത്യാനി അല്ലാതായി. तो मेरे साथ അത്ര आओ तो ഗുണമാ. मेरे साथ आओ तो मैं ऐसे लोगों को दिखाऊंगा जो बहुत ही ज्यादा सिद्ध संत हैं, बहुत ही ज्यादा अच्छे हैं, कोई दारू नहीं पीते, दो मारपीट नहीं करते, अपने बच्चों का देखभाल करते हैं. ऐसे व्यक्ति हम उनको देख के बोलते ये मसीह में कैसे नहीं है. സ്വത്രം. യേശു ക്രിസ്തുവിൽ വരുന്നത് നല്ലവനാകാനല്ല കേട്ടോ. यीशु मसीह में आने के लिए, अच्छा बनने के लिए नहीं. സ്തോത്രം. യേശു ക്രിസ്തുവിൽ നമ്മൾ വരുന്നത് പിതാവിൻ്റെ മക്കളാകാനാണ്. यीशु मसीह में आने का यही कारण है कि हम परमेश्वर के बच्चे कहलाएंगे. ഈ നല്ലവർക്ക് ബന്ധം വേണമെന്നില്ല, പക്ഷെ മക്കളായി കഴിഞ്ഞാൽ എന്തുണ്ടാവും? ഒന്ന് പറഞ്ഞേ, ഞാനൊന്ന് പറയട്ടെ. ഈ മക്കളെന്ന് പറയുന്നതിനകത്ത് ബന്ധമാണുള്ളത്, നല്ലതെന്ന് പറയുന്നതിനകത്ത് ധാർമ്മികതയാണുള്ളത്. जो अच्छा बोलते हैं उसमें धार्मिकता आता है, उसमें कोई संबंध नहीं होता, मगर जब बच्चे संतान बनते हैं तो वहां पे एक संबंध बनता है. അങ്ങനെയാണ് ഞാനൊരു കാര്യം പറയട്ടെ. अगर ऐसा है तो मैं एक बात बताना चाहूंगा. എന്റെ സുവിശേഷം ഒരു മനുഷ്യനെ ധാർമ്മികനാക്കുന്ന സുവിശേഷമല്ല, ഒരു മനുഷ്യനെ ദൈവത്തിന്റെ മക്കളാക്കുന്ന तो സുവിശേഷമായിരിക്കും. मैं जो सुसमाचार सुनाता हूं वो एक मनुष्य को धर्मी बनाने का नहीं है, मगर एक मनुष्य को परमेश्वर का संतान बनाने के लिए നിങ്ങളുടെ है. സുവിശേഷം എന്താണ് മനുഷ്യനെ ചെയ്യുന്നത്? तो आपका जो सुसमाचार है वो मनुष्य के बीच में क्या करता है? യേശു വന്നത് മനുഷ്യനെ ധാർമ്മികനാക്കാനല്ല, യേശു വന്നത് മനുഷ്യനെ തന്റെ പിതാവുമായി ബന്ധപ്പെടുത്തുവാൻ, അങ്ങനെ മക്കളാക്കി മാറ്റാനാണ്. यीशु मसीह आया हम मनुष्य को एक धार्मिक बनाने के लिए नहीं, मगर एक मनुष्य को परमेश्वर का संतान बनाने के लिए है. സ്തോത്രം. എനിക്ക് 2 മക്കളുണ്ട്, നിങ്ങൾക്കൊക്കെ മക്കൾ ഉള്ളവരാ. मेरे 2 संतान हैं, आप लोगों के सबके संतान हैं. അയലോക്കത്തെ ചെറുക്കൻ എത്ര നല്ല ചെറുക്കനായാലും, എത്ര മിടുക്കനായാലും, എന്തുമാത്രം പഠിച്ചാലും, എന്ത് ധാർമ്മികനായാലും അവൻ അയലോക്കത്തെ ചെറുക്കനാ. अगर हम पड़ोसी का जो बेटा है वो कितना भी पढ़ा लिखा क्यों ना, कितना भी अच्छा क्यों ना, कितना भी कमाता क्यों ना, मगर वो पड़ोसी का ही बेटा है. അവൻ ഒരിക്കലും എൻ്റെ മകനാകത്തില്ല. वो कभी भी मेरा बेटा नहीं बनेगा. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. മനസ്സിലായവരെന്തെങ്കിലും അല്ലല്ലോ പറഞ്ഞിട്ടെ. अगर कितने लोगों को समझ में आया वो हालेलुया बोले. അല്ല, ഞാൻ വിചാരിക്കാം അവിടെ അവൻ നല്ലൊരു പയ്യനാ, അവനെ ഞാനിങ്ങ് എടുക്കുക, अगर मैं सोचा वो तो कितना अच्छा बेटा है, उसको लड़का है, उसको मैं ले लेता हूँ ഇവനെ അങ്ങ് വിട്ടേക്കാവുന്നു. और मैं अपने बेटे को छोड़ देता हूँ. അവൻ മകനാവോ? तो वो क्या बेटा बन सकता है? കാരണം എന്താ? कारण അവന് क्या है? ധാർമ്മികതയുണ്ട്, പക്ഷെ ബന്ധമില്ല. उसमें वो धर्मी जरूर है मगर संबंध नहीं है. യേശുവിന്റെ രക്തത്തിലൂടെ നമുക്ക് ലഭിച്ചത് എന്താ? यीशु मसीह പറഞ്ഞേ. के लहू के कारण പറഞ്ഞേ. हमें मिला क्या है? പറഞ്ഞേ. आप बोलिए. എന്റെ ദൈവവുമായി, പിതാവുമായി, യേശുവിന്റെ പിതാവുമായി എനിക്ക് ബന്ധമുണ്ടായി. ओ यीशु मसीह के साथ एक संबंध बना. ഞാൻ പറയട്ടെ, ഇതിലൊക്കെ കുറച്ചുള്ള സുവിശേഷം പ്രസംഗിക്കരുത് കേട്ടോ.
इससे कम सुसमाचार मत बोलिएगा। നാണക്കെടുത്തെടുത്ത് കേട്ടോ. ओ शर्मिंदा मत होइएगा। ഹെൽത്ത് വെൽത്ത് ഹീലിംഗ് പ്രോസ്പെരിറ്റി हेल्थ हीलिंग और प्रॉस्पेरिटी സുശേഷം सुसमाचार है। കൂടെ കൂടിക്കോ. അംബാസിഡർ ഞാൻ എന്താക്കി തരാം? ബെൻസ് ആക്കി തരാം. हाँ मेरे साथ आ जाओ, तुम्हारे एम्बेसडर कार को मैं बेंस बना दूंगा। ബെൻസ് ആണെങ്കിൽ ഞാൻ പ്ലെയിൻ മേടിച്ചു തരാം. ओ बेंस है तो मैं प्लेन खरीद के दूंगा। ഓ എനിക്കൊരു പ്ലെയിൻ ആരെങ്കിലും തന്നാൽ ഞാൻ കളയാനൊന്നും പോകത്തില്ല കേട്ടോ. സ്വോത്രം. अगर कोई मुझे प्लेन देगा तो मैं उसको खोना नहीं चाहूंगा। പക്ഷെ അതും പറഞ്ഞുകൊണ്ട് ഞാൻ അതുകൊണ്ട് ഞാൻ അത് സുശേഷമാക്കത്തില്ല കേട്ടോ. मगर वो मैं अपना सुसमाचार नहीं बनाऊंगा। നിങ്ങൾ പ്രാപിക്കുന്ന അനുഗ്രഹങ്ങളെല്ലാം സുവിശേഷമല്ല കേട്ടോ. സുവിശേഷം എന്ന് പറയുന്നത് പിതാവുമായിട്ടുള്ള ബന്ധത്തെ കുറിച്ചാണ് പറയണ്ടേ. आप जो भी सुनते हैं वो सुसमाचार नहीं है। सुसमाचार क्या है? परमेश्वर के साथ जो संबंध है वो है सुसमाचार। കർത്താവിന്റെ ദാസൻ പാസ്റ്റർ തമ്പി ഫൗണ്ട് ചെയ്തിരിക്കുന്ന ഈ പ്രസ്ഥാനത്തിന്റെ വ്യക്താക്കളാകുന്ന പാസ്റ്റർമാർ എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ സുവിശേഷം പറയുമ്പോൾ അതിൽ പിതാവുമായിട്ട് മനുഷ്യന് യേശുവിലൂടെയുള്ള ബന്ധത്തെക്കുറിച്ച് പറയണം കേട്ടോ. इस कलीसिया का जिसका स्थापना परमेश्वर के दावी तंबी ने किया, उन पासवानों से मैं बताना चाहूंगा कि जब आप सुसमाचार सुनाते हो वो यीशु मसीह के बारे में होना है। സ്തോത്രം സ്തോത്രം സ്തോത്രം. അപ്പൊ രണ്ട് കാര്യം നമ്മൾ പറഞ്ഞുള്ളൂ, സമയം അങ്ങ് പോയി. दो ही बात बताया और समय चला गया। ആദ്യത്തെ കാര്യം എന്താ? पहला बात क्या है? യേശു എന്തിനതീതനാ? यीशु मसीह किसके परे हैं? ആദ്യത്തേത് മെത്തേഡ്സ്. हर एक मेथड के ऊपर है। നമ്മുടെ നല്ല രീതികൾ, ആത്മീയ രീതികളായിക്കോട്ടെ, അതിലൊക്കെ അതീതനാണ്. हमारे हर एक रीति रिवाज से परमेश्वर परे നമ്മുടെ है। നല്ല ഫോർമുലാസ്, हमारे जो भी फॉर्मूला है वो सबके അതിലൊക്കെ परे है। അതീതനാണ് യേശു. उन सब से परे है यीशु मसीह। ഹല്ലേലൂയ. हालेलुया। രണ്ടാമത് दूसरा, നമ്മുടെ മതത്തിനേക്കാൾ, हमारे धर्म से भी ऊपर है। നല്ല നല്ല കാര്യങ്ങളെക്കാൾ, हमारे हर एक अच्छी നല്ല बातों से भी, സ്വഭാവങ്ങളെക്കാൾ हमारे अच्छे स्वभाव से भी ഒക്കെ അതീതനായി നിൽക്കുന്ന ഒരു ദൈവമാണ് യേശു. उन सब से परे है यीशु मसीह। ഹല്ലേലൂയ ഹല്ലേലൂയ. हालेलुया। അടുത്തൊന്ന് വായിച്ചാട്ടെ. अगला आयत हम जल्दी से पढ़ेंगे। ആകയാൽ യേശു അവരോട് ഉത്തരം പറഞ്ഞത്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, പിതാവ് ചെയ്തു കാണുന്നതല്ലാതെ പുത്രന് സ്വതേ ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. അവൻ ചെയ്യുന്നത് എല്ലാം പുത്രനും ഔവണ്ണം തന്നെ ചെയ്യുന്നു. പിതാവ് പുത്രനെ സ്നേഹിക്കുകയും താൻ ചെയ്യുന്നതൊക്കെയും അവനെ കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. നിങ്ങൾ ആശ്ചര്യപ്പെടുമാറ് ഇവയിൽ വലിയ പ്രവൃത്തികളും അവനെ കാണിച്ചു കൊടുക്കും. പിതാവ് മരിച്ചവരെ ഉണർത്തി ജീവിപ്പിക്കുന്നത് പോലെ പുത്രൻ താൻ ഇച്ഛിക്കുന്നവരെ ജീവിപ്പിക്കുന്നു. എല്ലാവരും പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ പുത്രനെയും ബഹുമാനിക്കേണ്ടതിന് പിതാവ് ആരെ ന്യായം വിധിക്കാതെ ന്യായവിധിയെല്ലാം പുത്രന് കൊടുത്തിരിക്കുന്നു. പുത്രനെ ബഹുമാനിക്കാത്തവൻ അവനെ അയച്ച പിതാവിനെ ബഹുമാനിക്കുന്നില്ല. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. മതി പാസ്റ്ററെ. ഇപ്പൊ എന്താ സംഭവിച്ചിരിക്കുന്നത് അവിടെ? अभी यहाँ पे क्या हुआ? എന്റെ കൂടെ ഒരു 5 മിനിറ്റ് നിൽക്കണേ. मेरे साथ से 5 मिनट और रुकिए। യേശുവിനെ നമ്മൾ ആദ്യം കണ്ടു. നമ്മുടെ മെത്തേഡ്സിന്, നമ്മുടെ രീതികൾക്ക്, നമ്മുടെ ഫോർമുലയ്ക്കൊക്കെ അതീതനാണ്. നമ്മുടെ മതത്തിന് അതീതനാണ്. हमने देखा कि हमारे हर एक रीति रिवाज से यीशु मसीह परे है, हमारे हर एक फॉर्मूला से यीशु मसीह परे है। ഇവിടെ എന്താ നമ്മൾ കാണുന്നത്? यहाँ पे हम क्या देख सकते हैं? എനിക്കത് പറഞ്ഞ് പഠിപ്പിക്കാനുള്ള സമയമുണ്ടോയെന്ന് അറിയത്തില്ല. मैं नहीं जानता कि ये सब शिक्षा देने का समय मेरे पास है। ഈ സബത്തിനെയൊക്കെ ബ്രേക്ക് ചെയ്തു ഇങ്ങോട്ട് മുമ്പോട്ട് വന്നപ്പം യേശു അഭിമുഖീകരിച്ച അടുത്ത വലിയൊരു വെല്ലുവിളി ഇതാണ്. ഈ യേശു ഇവനെ ആരോട് കൂടെ സമാനമാക്കി മാറ്റിയിരിക്കുന്നു. ആരുടെ തുല്യനാക്കി മാറ്റിയിരിക്കുക? പിതാവിനോടുള്ള സമത്വം. और यहाँ पे हम देख सकते हैं कि जो शब्द को सब ब्रेक करने के बाद यीशु मसीह जब आगे आया तो इस व्यक्ति को परमेश्वर के नजदीक लेके आया। ആ തുടക്കത്തിൽ ഒരു വാക്യമുണ്ട്, അത് വളരെ നമ്മളെ ചിന്തിപ്പിക്കുന്ന ഒരു വാക്യമാണ്. അവിടെ എന്താണ് 18-ാം വാക്യം പറയുന്നത് പാസ്റ്ററെ? 18 आयत हम അങ്ങനെ അവൻ ശബത്തിനെ ലംഘിച്ചത് കൊണ്ട് മാത്രമല്ല, ദൈവം സ്വന്തം പിതാവ് എന്ന് പറഞ്ഞ് തന്നെ താൻ ദൈവത്തോട് സമമാക്കിയത് കൊണ്ടും യഹൂദന്മാർ അവനെ കൊല്ലുവാൻ അധികമായി ശ്രമിച്ചു പോന്നു. ഞാൻ ചിന്തിച്ചൊരു കാര്യം ഇതാണ്, യേശുവിനെ കൊല്ലാൻ യഹൂദന്മാർ കാരണമാക്കിയത് എന്താ സംഭവം? क्या कारण था कि यहूदी लोगों ने यीशु मसीह को मारा? അന്ന് വരെ ദൈവത്തെക്കുറിച്ച് ഉണ്ടായിരുന്ന അവരുടെ കാഴ്ചപ്പാടിനെ എന്ത് ചെയ്തു ദൈവം?
യേശു എന്ത് ചെയ്തു? ബ്രേക്ക് ചെയ്തു. उस समय तक जो भी उनकी दृष्टि थी परमेश्वर के बारे में जो कल्पना था, उस सब चीजों को यहाँ पे यीशु मसीह ने तोड़ा. അന്ന് വരെ അബ്രഹാമിന്റെയും യാക്കോബിന്റെയും ഇസ്ഹാക്കിന്റെയും ഞങ്ങളുടെയും ദൈവമായ യഹൂദന്റെ ദൈവമായ ആ ദൈവത്തോടു കൂടെ സമമായി ഇദ്ദേഹത്തെ ചിത്രീകരിക്കുന്നു. അപ്പം അന്ന് വരെ ഉണ്ടായിരുന്ന ഈ ദൈവശാസ്ത്രത്തിന്റെ ഇംഗ്ലീഷ് എന്നാണെന്നറിയോ? തിയോളജി. അന്ന് വരെ മനുഷ്യൻ ചിന്തിച്ചതും പഠിച്ചതും പഠിപ്പിച്ചതുമായ ആ എക്സിസ്റ്റിംഗ് തിയോളജിയെ, സ്വത്രം ഹല്ലേലൂയ, ഡോക്ട്രിൻ ഓഫ് ഗോഡ്, അന്ന് വരെ ദൈവത്തെക്കുറിച്ച് അവർ ധരിച്ചിരുന്നതും അവരെ ഏറ്റെടുത്തിരുന്നതും അനുസരിച്ചിരുന്നതുമായിരുന്ന ആ ദൈവ വീക്ഷണത്തെ എന്ത് ചെയ്തു? യേശു തകർത്ത് കളഞ്ഞു. ഞാനൊരു കാര്യം പറയട്ടെ, നമ്മുടെയൊക്കെ തിയോളജികളെക്കാൾ വലുതാണ് യേശു. स्तोत्रम. यहाँ पे जिस परमेश्वर को यहूदी लोग अब्राहम का परमेश्वर, याकूब का परमेश्वर, हमारा परमेश्वर, इज़राइल का परमेश्वर बोलते थे, उस परमेश्वर को अपने तुल्य बताकर यहाँ पे यीशु मसीह ने हर एक थियोलॉजी को, हर एक धर्म ग्रंथ को वहाँ पे तोड़ दिया, हर एक सोच को वहाँ पे तोड़ दिया. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, യേശുവിനോട് ഞാനൊന്ന് ചോദിക്കുക, യേശുവേ നിന്റെ ദൈവശാസ്ത്രം എന്താ? और कभी कभी मैं सोचता हूँ कि यीशु मसीह से मैं पूछूंगा कि तुम्हारा धर्म ग्रंथ क्या है, तुम्हारा थियोलॉजी क्या है? What is your theology, Jesus? ओ तुम्हारा धर्मशास्त्र क्या है यीशु मसीह? അങ്ങനെ നമ്മൾ ചോദിക്കുകയാണെങ്കിൽ യേശു എന്ത് പറയും? अगर ऐसे हमने यीशु मसीह से पूछा तो यीशु मसीह क्या बोलेगा? അതിനുള്ള ഉത്തരം എന്തായിരിക്കും? उसका उत्तर क्या होगा? അതിനുള്ള ഉത്തരമായി ഇപ്പം മുഴുവൻ വായിച്ചത്. और उसी का उत्तर है जो हमने अभी पढ़ा है. ഹല്ലേലൂയ. हालेलुया. യേശുവിന്റെ തിയോളജിക്കകത്ത് പ്രതിഫലിക്കുന്ന, മുഴങ്ങി നിൽക്കുന്ന, വലുതായി കാണുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ, ഞാനും പിതാവും, ഞങ്ങളുടെ ബന്ധം. സ്തോത്രം. और यीशु मसीह के जो धर्मशास्त्र है उसमें हर समय ऊंचा उठ के एक ही बात आता है, मैं और मेरा पिता और हमारा संबंध. Your theology should be a relationship between Father, Son and the Holy Spirit. No theology beyond that. और हमारा जो धर्मशास्त्र है, थियोलॉजी है, उसमें पिता, पुत्र, पवित्र आत्मा होना चाहिए, उसके परे और कुछ नहीं होना The चाहिए. highest, the perfect form of theology is the very existence of God in the Father, Son and the Holy Spirit. और धर्मशास्त्र का एक सबसे बेहतरीन भाग है और उसका कटना होना चाहिए पिता, पुत्र, पवित्र आत्मा. നിത്യമായി ജീവിക്കുന്ന പിതാവ്, പുത്ര, പരിശുദ്ധാത്മാവിന്റെ സ്നേഹത്തിന്റെ ബന്ധമാണ് എന്ത്? ദൈവശാസ്ത്രം. അതില്ലാത്ത ശാസ്ത്രം പൊട്ടശാസ്ത്രം. और जिस धर्मशास्त्र में पिता, पुत्र, पवित्र आत्मा नहीं है वो खराब है, वो सच नहीं है. അതാണ് ഏറ്റവും വലിയ പഥ്യ ഉപദേശം. और वो है सबसे बड़ा धर्म का शिक्षा. പഥ്യം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? धर्म के बारे में क्या है? പരിപൂർണമായത്, പരിമളമായത്, നിർമ്മലമായത്, വിശുദ്ധിയുള്ളത് അല്ലേ? और जो बिल्कुल परपक है, पवित्र है और जिसमें कोई खोट नहीं है. പരിശുദ്ധിയുള്ളത്, നിർമ്മലമായത്, പറഞ്ഞാട്ടെ, പരിപൂർണതയുള്ളത് ആരാ? पवित्रता. നമ്മൾ ചെയ്യുന്ന കാര്യമാണോ ദൈവം ചെയ്ത കാര്യമാണോ? पवित्र किसमें है? हम जो कार्य करते हैं कि परमेश्वर? എന്റെ കൂടെ ഒന്ന് ചിന്തിച്ചേ, ഒരു മിനിറ്റ് ഒന്ന് ചിന്തിച്ചേ. मेरे साथ थोड़ा सोचिए. അപ്പൊ പഥ്യോപദേശം എന്ന് പറയുന്നത് പരിശുദ്ധനായ ദൈവത്തെ കുറിച്ചുള്ള ഉപദേശമാണ്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കർമ്മോപദേശമാണ്. और जो भी धर्मशास्त्र है वो परमेश्वर जो पवित्र है उसके बारे में जो हम बोलते हैं वो हमारे काम के हिसाब से, कर्म के हिसाब से होता है. ആ ഉപദേശത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത് എന്താണ്? ദൈവത്തിലുള്ള ബന്ധം, ഒന്നാക്കിയിരിക്കുന്ന സ്നേഹത്തിന്റെ ബന്ധം. അതുകൊണ്ടാണ് യോഹന്നാൻ പറയുന്നത് ദൈവം സ്നേഹമാണ്. ദൈവത്തിനകത്ത് സ്നേഹമുണ്ടെന്നല്ല പറഞ്ഞത് കേട്ടോ. ദൈവം എന്ന് പറയുന്നത് എന്താ? സ്നേഹം. ദൈവം എന്ന് പറയുന്നതിൻ്റെ ദ ഗ്ലോറി, ഈ ഗ്ലോറി എന്ന് പറയുന്ന വാക്ക്, മഹത്വം എന്ന് പറയുന്ന വാക്കിൻ്റെ ഈ ഒരു മൂല അർത്ഥം എന്താണെന്നറിയാമോ? ദ വെയിറ്റ് എന്നാ. വെയിറ്റ്, ഭാരം, ഘനം, എസൻസ്, സത്തം എന്നാ അതിൻ്റെ അർത്ഥം. നമ്മൾ വിചാരിച്ചു വെച്ചിരിക്കുന്ന ഈ ഗ്ലോറി എന്ന് പറയുന്നത് ഈ ലൈറ്റ് ഉണ്ടല്ലോ, എൻ്റെ മുഖത്തോട്ട് അടിക്കുമ്പോൾ എന്ത് തേജസ്സാ മുഖം കാണാൻ. ഈ നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്നതല്ല യഥാർത്ഥ ഗ്ലോറി. ഗ്ലോറി ഈസ് ദി എസൻസ് ഓഫ് ഹൂ ഗോഡ് ഈസ്. ആൻഡ് ഹൂ ഗോഡ് ഈസ്, ആരാണ് ദൈവം? നിത്യതയിൽ വസിക്കുന്ന പിതാവ്, പുത്ര, പരിശുദ്ധാത്മാവിൻ്റെ ആ ബന്ധം ഒന്നെന്ന് ആക്കി നിൽക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹമാണ് ആ ഡെഫിനേഷൻ. അപ്പം ഞാൻ പറയട്ടെ, ഇന്ന് വരെ അവർ ധരിച്ചു വെച്ചിരുന്ന
जब हम परमेश्वर के बारे में देखते हैं, परमेश्वर के बारे में देखेंगे तो हम जानते हैं कि परमेश्वर के अंदर प्रेम नहीं है, मगर परमेश्वर खुद प्रेम है। और जब हम अनुग्रह के बारे में देखते हैं, ग्लोरी के बारे में देखते हैं, वो ये नहीं है कि जब एक रोशनी मेरे चेहरे पे आता है मुझे बहुत सुंदर दिखाई देता है, मगर वो उसके अंदर का जो भार है, उसका जो एसेंस है, उसके बारे में, परमेश्वर का जो एसेंस है, उसके अंदर जो भाग है, वही ग्लोरी है। ഹല്ലേലൂയ Hallelujah. ഹല്ലേലൂയ Hallelujah. ചിലർക്കൊക്കെ മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? സ്തോത്രം. मैं विश्वास करता हूं कि समझ में आ रहा है। മൂന്നാമത്തെ കാര്യം യേശു അത്ഭുതത്തിലൂടെ ചെയ്ത എന്താ? और तीसरी बात, അത്ഭുതത്തിലൂടെ ചെയ്ത മൂന്നാമത്തെ കാര്യം അന്ന് വരെ ഉണ്ടായിരുന്ന ദൈവ വീക്ഷണത്തെ, ദൈവശാസ്ത്രത്തെ മാറ്റിയിട്ട് പറഞ്ഞു, എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. സ്തോത്രം. ഇനോ യേശു നമ്മൾ കോംപ്ലിക്കേറ്റ് ആക്കി വെക്കുന്നതല്ല എന്ത് ചെയ്തു? ലഘുവാക്കി തരും. നമ്മൾ 40-50 വർഷം കൊണ്ട് കുറേ കാര്യങ്ങളൊക്കെ കോംപ്ലിക്കേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അയ്യോ എന്നെ ബോംബിട്ട് കൊല്ലല്ലേ കേട്ടോ. നമ്മൾ ഒത്തിരി പ്രയത്നിച്ച ഇത്ര ഒപ്പിച്ചെടുത്തത്. जब हम तीसरा अद्भुत चमत्कार देखते എത്ര हैं, വർഷം കൊണ്ടാണ് യഹൂദന്മാർ അത്രയാക്കി വെച്ചത്? ഇതെല്ലാം ഇത്ര വർഷത്തെ പ്രയത്നമാ ഈ ശാബത്ത് ആഘോഷിപ്പിച്ചതും ഈ ദൈവത്തെ ഇങ്ങനെ കാണാൻ അവരെ പഠിപ്പിച്ചതും പേടിപ്പിച്ചതും ഒക്കെ. എത്ര വർഷത്തെ, എത്ര പേരുടെ ജീവൻ കൊടുത്ത് പണിതെടുത്തതാ സംഭവം. ഈ മനുഷ്യൻ വന്നിച്ചത് ഒരു ഹീലിംഗും നടത്തി പണിയും തന്നിങ്ങ് പോവാ. എന്ത് കളിയാ ഇത്? സ്തോത്രം. ഹല്ലേലൂയ. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. जब हम तीसरा चमत्कार देखते हैं, वहां पे यीशु मसीह ने सिर्फ परमेश्वर के बारे में उनका जो सोच था उसको बिल्कुल पूर्ण रीति से बदल दिया। यहाँ पे आके परमेश्वर ने परमेश्वर कौन है उसके बारे में जो पूरा थियोलॉजी है उसको बिल्कुल बदल दिया। യേശു ഈസ് ദ ഫേസ് ഓഫ് ഗോഡ്. यीशु मसीह ही परमेश्वर का चेहरा है, प्रतिबिंब ഹല്ലേലൂയ. है। ഞാൻ വിശ്വസിക്കുന്ന ദൈവം യേശു വെളിപ്പെടുത്തി തന്ന ദൈവം മതി എനിക്ക്. और मैं जिस परमेश्वर पे विश्वास करता हूं वही जिसका प्रकाशन यीशु मसीह ने दिया है। മോശയ്ക്ക് വെളിപ്പെട്ട ദൈവം നല്ല കാര്യം. സ്തോത്രം. मूसा का जो परमेश्वर ने जो प्रकाशन दिया वो अच्छी है। എനിക്ക് സമയമില്ല, അല്ലാതെ ഞാൻ ഒരു 6-8 വാക്യം ഞാൻ അങ്ങോട്ട് വായിച്ചു തരായിരുന്നു. ഇപ്പം मेरे पास समय नहीं है, मगर मैं 5-6 आयत यहाँ पे पढ़ता। എബ്രായ ലേഖനം പറയുന്നുണ്ട് 1-ാം അധ്യായത്തിന്റെ, പണ്ട് നിങ്ങളോട് ആര് സംസാരിച്ചു? ദൈവം എങ്ങനെ സംസാരിച്ചത്? ഭാഗമായും പ്രവാചകന്മാർക്കൂടെയും അങ്ങനെ. ഇപ്പോഴോ പുത്രനിൽ, ഞാൻ ഒരു കാര്യം പറയട്ടെ, പുത്രനിൽ വന്ന റെവലേഷൻ എന്ന് പറയുന്നതാണ് പെർഫെക്റ്റ്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നമ്മൾ ഈ പുസ്തകം കൊണ്ട് നടക്കുന്നു എന്നുള്ളത് കൊണ്ട്, സ്തോത്രം, ഈ പുസ്തകം 66 ബുക്കുള്ള ഈ പുസ്തകം നമ്മൾ കൈക്കൊണ്ട് നടക്കുന്നു എന്നുള്ളത് കൊണ്ട് യേശുവിനെ കുറച്ച് കാണിക്കരുത് കേട്ടോ. സ്തോത്രം. യേശു വെളിപ്പെടുത്തിയ ദൈവത്തെ കുറച്ചാക്കി അത് വീണ്ടും പഴയതിനകത്ത് കൊണ്ടിട്ട് ഒരു അവിയൽ മാതിരി കൊടുക്കുന്ന പരിപാടി നിർത്തി യേശു കാണിച്ച തിയോളജിക്ക് വേണ്ടി, യേശു പറഞ്ഞ ആ പിതാവുമായിട്ടുള്ള ബന്ധം എന്ന യേശുവിൻ്റെ തിയോളജിക്ക് വേണ്ടി നിലനിൽക്കാൻ ആഗ്രഹിക്കുന്ന എത്ര ഇവിടെയുണ്ട്. സ്തോത്രം. ആരെങ്കിലും തിയോളജി എന്ന് പറഞ്ഞാൽ അങ്ങ് പേടിച്ചു പോവുക. തിയോളജി എന്ന് പറഞ്ഞാൽ വളരെ വളരെ ലളിതമാണ്. യേശു പറഞ്ഞു, ഞാനും പിതാവ് പറയുന്നത് ഞാൻ കേൾക്കും, ഞാൻ പിതാവിലും പിതാവ് എന്നിലും. പിന്നെ ഒരു കാര്യം കൂടെ കൂട്ടിച്ചേർക്കുന്നുണ്ട്, ഇവരെ നമ്മളിലും. ഹല്ലേലൂയ. എന്താ അതിനെക്കുറിച്ചൊക്കെ പറയുന്നത്? അതൊന്നും ഒരു ഫോർമുലായി ഒന്നുമല്ല, അതൊക്കെ ബന്ധത്തെക്കുറിച്ച് പറയുന്ന കാര്യങ്ങളാ. ഞാനും പിതാവും ബന്ധം, നമ്മളും ഇവരും ബന്ധം. ബന്ധമില്ലാത്ത അന്തമില്ലാത്ത സുവിശേഷം പ്രസംഗിച്ചിട്ട് എന്നാ കാര്യ? സ്തോത്രം. നമ്മുടെ സുവിശേഷമൊക്കെ ഇപ്പം വെറും ലൈഫ് ഇൻഷുറൻസ് ആയിട്ട് മാറിയിരിക്കുക. നീ ഇവിടെ ചത്തുപോയെങ്കിൽ നിനക്ക് നല്ലൊരു സെക്യൂരിറ്റി ഉണ്ട് കേട്ടോ. വെറും ഡെസ്റ്റിനേഷൻ തിയോളജി എന്നാണ് അതിന് പറയുന്നത്. എന്താ പറയുന്നത്? ഡെസ്റ്റിനേഷൻ. അതൊക്കെ ഉണ്ട്, അതൊക്കെ സംഭവിക്കുമ്പോൾ സംഭവിച്ചോട്ടെ, സ്തോത്രം. പക്ഷെ ഇവിടെ ആയിരിക്കുമ്പം നമുക്ക് കിട്ടിയിരിക്കുന്നത് രക്ഷയുടെ സന്തോഷമാണ്. ഈ രക്ഷയുടെ സന്തോഷം എന്താണെന്നറിയാമോ? ഈ അനുഭവമാണ്. ഈ അനുഭവം എവിടെ നിന്ന് വരുന്നറിയാമോ? നമ്മൾ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നിന്നാണ് ഈ അനുഭവം ഉണ്ടാകുന്നത്. അതിലേക്കാണ് നമ്മൾ ആളുകളെ കൊണ്ടുവരേണ്ടത്. എന്തൊക്കെയായി? മെത്തേഡ്സ് എബവ് മതം, എബവ് തിയോളജി. ഞാനങ്ങ് നിർത്തുക, കാരണം 2 കാര്യം കൂടെ പറയാനുണ്ട്.
जब हम देखते हैं इब्रानियों की पत्री में देखते हैं पहला अध्याय में परमेश्वर ने मूसा के द्वारा और अपने भविष्यद्वक्ताओं के द्वारा बात किया, मगर उसके बाद यहाँ पे स्पष्ट रीति से लिखा है कि यीशु मसीह के द्वारा अभी हम बात करते हैं, और जो प्रकाशन यीशु मसीह के द्वारा मिला है वही है बेहतरीन सुसमाचार। और यहाँ पे यीशु मसीह परमेश्वर अपने संबंध के बारे में बताया, और उसके साथ ही बताया है कि लोगों के साथ भी हमारा संबंध है, परमेश्वर के साथ संबंध और दूसरों के साथ संबंध। यहाँ पे परमेश्वर कोई प्रॉस्पेरिटी थियोलॉजी नहीं बोलता, मगर दूसरों के साथ संबंध के बारे में, परमेश्वर के साथ संबंध के बारे में बताता है। അത് കഴിഞ്ഞ് യേശു പറയുന്നുണ്ട് അവരോട്, നിങ്ങൾ കുത്തിയിരുന്ന് തിരുവെഴുത്ത് മുഴുവൻ പഠിക്കുക. എന്തിനു വേണ്ടിയാ? നിത്യജീവനെ കാണാൻ. നിത്യജീവനെ കിട്ടണമെങ്കിൽ എന്നിലേക്ക് വരണം. और उसके बाद यीशु मसीह ने बताया कि सत्य क्या है उसको जानने के लिए है, वचन को सीखना पड़ेगा और अनंत काल के जीवन को प्राप्त करना। अगर अनंत काल का जीवन प्राप्त करना है तो मेरे पास आना है। ഞാനിത് പറഞ്ഞു പോവാ, എനിക്കിത് എക്സ്പ്ലെയിൻ ചെയ്യാൻ നേരമില്ല. നിങ്ങളിതിനെ അതിൻ്റെ ശരിയായ അർത്ഥത്തിലേ നിങ്ങൾ എടുക്കാവുള്ളൂ. ഈ നിത്യജീവൻ എന്ന് പറയുന്നത് ഒരു വ്യക്തിയിൽ നിന്ന് കിട്ടുന്നതാ, ഒരു പുസ്തകത്തിൽ നിന്ന് കിട്ടുന്നതല്ല കേട്ടോ. मैं जो बताने जा रहा हूँ वो सही रीति से आप समझिएगा। स्तोत्रम। जो अनंत काल का जीवन है वो एक व्यक्ति से मिलता है, किताब से नहीं। ഞാൻ എന്തുകൊണ്ടാണെന്നറിയോ ഈ പുസ്തകത്തെ ഇങ്ങനെ പിടിച്ചിരിക്കുന്നത്? आप जानते हो कि मैंने ये किताब को ऐसा क्यों पकड़ा है? ഈ പുസ്തകത്തിൻ്റെ ഖനം കൊണ്ടോ അത് കോടിക്കണക്കിന് വിറ്റ് പോയത് കൊണ്ടോ അല്ല, ഈ പുസ്തകത്തിൽ നിന്ന് ഉയർന്നു വരുന്ന വെളിപ്പെട്ട് വരുന്നൊരു വ്യക്തിയുണ്ട്. मैं इस किताब को अपने छाती से लगा के, इस सीने से लगा के इसलिए रखता हूँ क्योंकि ये बहुत सारी कॉपीज इसके बिके नहीं है, बड़ा किताब है ये नहीं है, मगर इस वचन से निकले प्रकाशन देने वाले एक व्यक्ति है। ഇത് പിശാചിനെ ഓടിക്കാനായിട്ട് കിട്ടിയിരിക്കുന്ന ഒരു പുസ്തകമല്ല കേട്ടോ. ഇത് ദൈവം നമുക്ക് അവനോടുള്ള ബന്ധത്തെ വെളിപ്പെടുത്തി തരാൻ തന്നിരിക്കുന്ന തിരുവെഴുത്തുകളാണ്. ബന്ധത്തിലേക്ക് വരുന്നില്ലെങ്കിൽ തീർന്നു. शैतान को भगाने के लिए ये किताब इस्तेमाल है, मगर परमेश्वर का प्रकाशन के लिए और परमेश्वर के नजदीक आने के लिए ये किताब है। ഞാനിത് പറഞ്ഞു നിർത്തുക, കാരണം ഞാൻ പറഞ്ഞല്ലോ ഇന്ന് രാവിലെ കിട്ടിയ മീനാണ്, വേണ്ട വിധത്തിൽ കുക്ക് ചെയ്യാനൊന്നും പറ്റിയില്ല. जो मैं यहाँ पे ये वचन से मैं रुकना चाहूंगा क्योंकि मैंने बताया आज सुबह ही पकड़ा वाला मछली है। ബാക്കി ദൈവം നമ്മളോട് സംസാരിക്കട്ടെ. എനിക്ക് എന്നെ ഇത്ര ക്ഷമയോടെ കേട്ട് മുൻവിധികളൊന്നുമില്ലാതെ നിങ്ങൾ എന്നെ സ്വീകരിക്കുകയും ആത്മാർത്ഥമായിട്ട് സഹകരിക്കുകയും ചെയ്ത് എനിക്ക് നന്ദിയുണ്ട്. ഈ പ്രാവശ്യം ഇങ്ങനൊരു അവസരം എനിക്ക് തന്ന കൺവെൻഷൻ്റെ ഭാരവാഹികളോട് എനിക്ക് വളരെ നന്ദിയും കടപ്പാടുമുണ്ട്. തീർച്ചയായിട്ടും എല്ലാറ്റിനും മീതെ യേശുവിൻ്റെ കൊടി വീശുന്ന ഒരു സഭ ഭാരതത്തിൽ എഴുന്നേൽക്കട്ടെ. സ്തോത്രം. നമുക്ക് വേറൊന്നും വേണ്ട, നമ്മൾ യേശുവിൻ്റെ വക്താക്കളായി മാറിയാൽ മതി. കർത്താവദാസനായിരുന്ന നമ്മുടെ തമിച്ചായൻ്റെ ഏറ്റവും വലിയ ഒരു വിഷൻ അതായിരുന്നു ക്രൈസ്റ്റ് ഫോർ ഇന്ത്യ. ആമേൻ. ക്രൈസ്റ്റ് ഫോർ ഇന്ത്യ, ഇന്ത്യ ഫോർ ക്രൈസ്റ്റ്. അത് കഴിഞ്ഞ് മതി പ്രസ്ഥാനവും നമ്മുടെ സ്ഥാനങ്ങളും മാനങ്ങളും എല്ലാം. അങ്ങനെ വിശ്വസിക്കുവാൻ താല്പര്യമുള്ളവർ